ഏറെ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലാണ് നാമെല്ലാം ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. കൂത്തുപറമ്പ് നിയോജകമണ്ഡലം മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറിയും ചന്ദ്രികയുടെ പാനൂർ ലേഖകനും സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് നിറ സാന്നിധ്യവുമായിട്ടുള്ള നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട സുഹൃത്ത് നൗഷാദ് അണിയാറം, അദ്ദേഹത്തിൻ്റെ രചനാവൈഭവം വിളിച്ചറിയിച്ചുകൊണ്ടുള്ള ഒരു പുസ്തകം പൈതൃകം എന്ന പേരിൽ ഇവിടെ ഇതിനു മുമ്പ് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ഈ നിയോജക മണ്ഡലത്തിലെയും പരിസരത്തെയും കഴിഞ്ഞകാല നേതാക്കന്മാരെ കുറിച്ച് ഒരു റഫറൻസ് ഗ്രന്ഥമായി ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന രീതിയിലുള്ള ഒരു രചനയാണ് ആ കാര്യത്തിൽ അദ്ദേഹം സ്വീകരിച്ചത്. അതോടുകൂടി തന്നെ അദ്ദേഹത്തിൽ നമ്മൾ കാണുന്ന ഈ രചനാ വൈഭവം അതിനെ പ്രോത്സാഹിപ്പിക്കുകയും നിർത്താതെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് എല്ലാ നിലയിലുള്ള പിന്തുണയും അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ പുതിയ ഒരു രചന ഏകദേശം 300ഓളം പേജുള്ള കയ്യൊപ്പ് എന്ന പേരിൽ ഇന്നിവിടെ പ്രകാശനം ചെയ്യപ്പെടുകയാണ്. ഒട്ടേറെ ചരിത്ര സത്യങ്ങൾ ഉറങ്ങുന്ന മലബാറിലെ വിശിഷ്യ നമ്മുടെ നിയോജക മണ്ഡലത്തിലെ ഒരുപാട് സംഭവ വികാസങ്ങളെക്കുറിച്ച്, വ്യക്തിവിശേഷങ്ങളെക്കുറിച്ച്, നാട്ടാചാര്യങ്ങളെക്കുറിച്ച്, അതുപോലെ തന്നെ നമ്മുടെയൊക്കെ ജീവിതക്രമത്തെ വല്ലാതെ പരീക്ഷണ നാളുകളായി നമ്മൾ കണ്ട കോവിഡ് കാലത്തെ ഒരുപാട് അനുഭവങ്ങൾ അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ള രസകരമായ വസ്തുതകളെ കുറിച്ചെല്ലാം വളരെ വിശദമായി പ്രതിപാദിക്കുന്ന ഒരു ഗ്രന്ഥമാണ് കയ്യൊപ്പ് എന്നുള്ളത്. ഈ ഗ്രന്ഥം ഒരു നിറഞ്ഞ സദസ്സിൽ പ്രകാശനം ചെയ്യപ്പെടണമെന്ന അദ്ദേഹത്തിന്റെ ആഗ്രഹത്തെ നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി ഏറ്റെടുക്കുകയും ഇന്ന് ആ അർത്ഥത്തിൽ തന്നെ ഒരു പുസ്തക പ്രകാശന രംഗത്ത് നല്ല ഒരു സാന്നിധ്യമുള്ള സദസ്സ് സംഘടിപ്പിച്ചുകൊണ്ട് ആ ആഗ്രഹ പൂർത്തീകരണം ഇവിടെ നിർവഹിക്കപ്പെടുകയാണ്. KMCCയുടെ പ്രവർത്തന രംഗത്ത് ദുബായും ഷാർജയും അതുപോലെ ഖത്തർ ഉൾപ്പെടെയുള്ള KMCCകൾ വളരെ സജീവമായി എല്ലാ പ്രവർത്തന രംഗത്തും മുന്നിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഷാർജ KMCCയാണ് ഈ പുസ്തകത്തിന്റെ പ്രസാധകൻ. നേരെ ചടങ്ങുകളിലേക്ക് കടക്കാം. പരിമിതമായ സമയം മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ പുസ്തക പ്രകാശനം നിർവഹിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട CP സൈദരുവെയും ഏറ്റുവാങ്ങാൻ ബഹുമാനപ്പെട്ട TC മുഹമ്മദ് സാഹിബിനെയും ആദരവോടെ
ചന്ദ്രിക ദിനപത്രത്തിൽ വാർത്തകളോടൊപ്പം തന്നെ ഫീച്ചറുകളായി, സ്റ്റോറികളായി വന്നിട്ടുള്ള ലേഖനങ്ങളാണ് ഈ ഗ്രന്ഥത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. 89ഓളം ലേഖനങ്ങൾ 280 പേജിൽ സമാഹരിച്ചിട്ടുള്ള ഈ ഗ്രന്ഥത്തിലെ ലേഖനങ്ങളുടെ ഒരു വൈവിധ്യം സത്യത്തിൽ ഒരു സമഗ്രമായ ഒരു ചരിത്രാന്വേഷണമാണ്. സാധാരണ നിലയിൽ ഒരുപക്ഷെ ചരിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ചരിത്രം മാത്രമായിരിക്കും. ചരിത്രം മാത്രമല്ല, വർത്തമാനമുണ്ട്, ഭാവിയുണ്ട്, ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ. ഡോക്ടർ സുകുമാർ അഴീക്കോട് ഒരു ഗ്രന്ഥത്തിൻ്റെ അവതാരികയിൽ പറഞ്ഞൊരു വാചകം ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഭൂതകാലത്തിൻ്റെ സന്ദേശങ്ങളും ഭാവിയുടെ വേദനകളും വർത്തമാനത്തിൻ്റെ വേദനകളും ഭാവിയുടെ സ്വപ്നങ്ങളും സാമഞ്ജസ്യമായി സമന്വയിക്കുന്നിടത്താണ് യുഗസന്ധികൾ പിറക്കുക. ആ യുഗസന്ധികൾ പിറക്കുന്നിടത്ത് നമ്മുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവുകയും വേദനകൾ പ്രത്യാശയായി മാറുകയും അതുപോലെ സന്ദേശങ്ങൾ കർമ്മമായി മാറുകയും ചെയ്യുന്നിടത്താണ് നവോഷസ് പിറക്കുന്നത്. അങ്ങനെ സമൂഹത്തിൽ നവ്യോഷസ് പിറക്കുന്ന ഒരു കാലത്തെക്കുറിച്ച് ഉള്ള ഒരു എഴുത്തുകാരൻ്റെ സ്വപ്നമാണ് ഈ സമാഹരിക്കപ്പെട്ട ലേഖനത്തിലെ ഭൂരിപക്ഷം രചനകളുമെന്ന് ഞാൻ കരുതുന്നു. ഈ ഗ്രന്ഥത്തെക്കുറിച്ച് ദീർഘമായി സംസാരിക്കണമെന്ന് ഞാൻ കരുതുന്നില്ല. പുസ്തകത്തെക്കുറിച്ച് സമഗ്രമായി പരിചയപ്പെടുത്തുന്നത് അനുചിതമാണ് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. കാരണം ഓരോ വായനക്കാരനും അവരുടേതായ വിചാര ലോകത്തിലേക്ക് വ്യത്യസ്ത ആശയതലങ്ങളിലൂടെ സഞ്ചരിക്കാനുള്ള കഴിവ് ഉള്ളവരാണ് സദസ്സിലുള്ള ഭൂരിപക്ഷം ആളുകളും എന്നതുകൊണ്ട് ചില സൂചനകൾ മാത്രമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അതിനിടയിൽ എനിക്ക് 1-2 കാര്യം സൂചിപ്പിക്കാനുള്ളത്, ചന്ദ്രിക ദിനപത്രം തലശ്ശേരിയിൽ നിന്ന് രാജ്യസമാചാരം തുടങ്ങി ഒരുപക്ഷെ മലബാറിൻ്റെ സാംസ്കാരിക കേന്ദ്രമെന്ന് വിശേഷിപ്പിച്ച തലശ്ശേരിയിൽ നിന്ന് 1934 ആരംഭിച്ച ചന്ദ്രിക ദിനപത്രം എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി ചന്ദ്രികയെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. കാരണം 1985 മുതൽ എഴുതാൻ തുടങ്ങിയ കാലം മുതൽ കഥകളും ലേഖനങ്ങളും ഒരുപാട് ചന്ദ്രികയിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആദ്യത്തെ പ്രതിഫലമായി 10 രൂപ എനിക്ക് ലഭിച്ചത് ചന്ദ്രികയിൽ നിന്നാണ്. 85-86 ചന്ദ്രികയിൽ ഒരുപാട് ഇന്നത്തെ പ്രശസ്തരായ എഴുത്തുകാരുടെ ആദ്യത്തെ കളരി ചന്ദ്രികയായിരുന്നു. അപ്പോൾ ചന്ദ്രിക ദിനപത്രം നവതിയിലെത്തുമ്പോൾ ഒരു വിനീതനായ എഴുത്തുകാരൻ എന്ന നിലയിൽ ചന്ദ്രികയ്ക്ക് എല്ലാ ആശംസകളും ഞാൻ നേരുന്നു. ഒപ്പം എനിക്ക് പറയാനുള്ളത് KMCCയെ കുറിച്ചാണ്. എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളോട് പറയുന്നത് അനുചിതമാണെന്ന് തോന്നരുത്. 2022 ഷാർജ ഇൻ്റർനാഷണൽ പുസ്തകോത്സവത്തിൽ വെച്ച് 2 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിന് നേതൃത്വം നൽകിയ, ഒരുപാട് ജനങ്ങളുടെ സ്നേഹ സാന്നിധ്യം കൊണ്ട് സമ്പന്നമാക്കിയ, ഇവിടെ PPS സലാമിനെ പോലുള്ള KMCCയുടെ ഒരുപാട് പ്രമുഖർ ഈ സദസ്സിൽ ഞാൻ കാണുന്നുണ്ട്. അവരൊക്കെ വന്ന് അന്ന് അവിടെ ഉണ്ടായ ആ സ്നേഹത്തിന് ഞാൻ നന്ദിപൂർവം മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു വലിയൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് KMCC സാഹിത്യരംഗത്ത് പ്രവാസ ജീവിതം നയിക്കുമ്പോഴും നമ്മുടെ നാടിൻ്റെ ഈ സാംസ്കാരിക സാമൂഹ്യ രംഗത്തെ പ്രതിഭകളെ ആദരിക്കുന്നതിനെ വളർത്തുന്നതിന് കാണിക്കുന്ന ഉന്നതമായ മൂല്യങ്ങളെ ഞാൻ ഏറെ ആദരവോടെ കാണുകയാണ്. KMCCക്ക് അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. ഇവിടെ വ്യത്യസ്ത അധ്യായങ്ങളാക്കി മാറ്റിയിട്ടുള്ള ചരിത്രമാണ് ആദ്യത്തേത്. അത് ഒരു ബഹുസ്വര സമൂഹത്തിലെ വ്യത്യസ്ത ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നയിച്ചുകൊണ്ടിരിക്കുന്ന ജനതയെ, അവരുടെ ജീവിത രീതിയെ അതിന് അനുസൃതമായി ചരിത്ര രൂപപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് വ്യക്തികളെ, ആദരിക്കപ്പെടേണ്ടുന്ന സ്ഥാപനങ്ങളെയൊക്കെയാണ് ആദ്യ ഘട്ടത്തിൽ ചരിത്രം എന്ന ആശയത്തിൽ പറയുന്നത്.
അതിൽ ചന്ദ്രികയെക്കുറിച്ച് പറയുന്നുണ്ട്. ചന്ദ്രികയുടെ പിറവി തൊട്ട് അത് കോഴിക്കോടേക്ക് 1946 കോഴിക്കോടേക്ക് ചന്ദ്രിക പ്രവർത്തനം മാറ്റിയതിനെക്കുറിച്ചൊക്കെയുള്ള വിശദമായ തലശ്ശേരിയുടെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ ഇടപെടലിനെ കുറിച്ച് വിശദമായി സംസാരിക്കുന്നുണ്ട്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരുപക്ഷെ ഭൂതകാല ചരിത്രത്തിൽ നാം ഇന്നും അവിസ്മരണീയമായ സംഭവങ്ങളായി കാത്തു സൂക്ഷിക്കുന്ന ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെതൊന്നുമല്ല. ഞാൻ നേരത്തെ ബഹുസ്വരത നിലനിൽക്കുന്ന സമൂഹത്തിൻ്റെ കനകമലയെക്കുറിച്ച് പറയുന്ന കനകമലയിൽ ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. ഇറാഖിൽ നിന്ന് വന്ന അലിയുൽ കോഫി ആ ഗുഹയിൽ തപസ്സിരുന്നതായി നമ്മുടെ ഐതിഹ്യ കഥകളിലുണ്ട്. അതുപോലെ തന്നെ അതിനുശേഷം അവിടെ തപസ്സിരുന്ന മറ്റ് വിശ്വാസികൾ അവിടെ ഉണ്ട്. അത്തരത്തിലുള്ള വ്യത്യസ്തങ്ങളായ നിരീക്ഷണങ്ങളെ വളരെ കൃത്യമായി അവതരിപ്പിക്കുകയാണ് നമ്മുടെ ഗ്രന്ഥകാരൻ ഇതിൽ ചെയ്യുന്നത്. അതുപോലെ ഏറ്റവും പ്രമുഖമായി നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ഫോക്ലോർ ഗാനങ്ങൾ, നാടൻ പാട്ടുകൾ, വടക്കൻ പാട്ടുകൾ, അതിലെ വീര കഥാ നായകന്മാരെ തച്ചോളി ഉദയനെയും അതുപോലെ ഉദയനൻ നടത്തിയിട്ടുള്ള കതിരൂർ ഗുരുക്കളുമായി നടത്തിയിട്ടുള്ള പൊന്നു തങ്കത്ത് നടത്തിയ പൊയ്ത്തിനെയും വളരെ വിശദമായി ഉദയനൻ തിരിച്ചു ഉറുമിയെടുക്കാൻ അംഗസ്ഥലത്തേക്ക് പോയപ്പോൾ കതിരൂർ ഗുരുക്കളുടെ ഏറ്റവും അടുത്ത ശിഷ്യൻ വെടിവെച്ച് അദ്ദേഹത്തെ വധിച്ച സംഭവം അടക്കം വളരെ കുറഞ്ഞ ഒരു ദിനപത്രമാകുമ്പോൾ അതിൽ വരുന്ന ലേഖനങ്ങൾക്ക് പരിമിതമായ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, അതിൻ്റെ ദൈർഘ്യം കുറയണം. രണ്ടാമത്തത്, ഭാഷ അങ്ങേയറ്റം ലളിതമാകണം. അത് അങ്ങേയറ്റം നൗഷാദ് ശ്രദ്ധിച്ച ഒരു കാര്യമാണ്. മറ്റൊന്ന്, ഊരാച്ചേരി ഗുരുനാഥന്മാരാണ്. കവിയൂർ എന്ന് പറയുന്ന പ്രദേശത്ത് 19-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിൽ അവിടെ ഊരാച്ചേരി ഗുരുനാഥന്മാർ ഒരുപക്ഷെ അക്ഷരങ്ങളിലേക്ക് പഠനത്തിനുള്ള സാഹചര്യം ഇല്ലാതിരുന്ന താഴ്ന്ന ജാതിയിൽപ്പെട്ട, താഴ്ന്ന എന്ന് പറഞ്ഞാൽ തീയ വിഭാഗത്തിൽപ്പെട്ട ഊരാച്ചേരി ഗുരുനാഥന്മാർ കുഞ്ഞിക്കണ്ണനും 5 പേരും അവർക്ക് കിട്ടിയ പഠന സൗകര്യം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ ഊരാച്ചേരി ഗുരുനാഥന്മാർ ജർമ്മൻകാരനായ ഹെർമൻ ഗുണ്ടർട്ടിന് മലയാളം പഠിപ്പിച്ചു കൊടുത്തത്. ആ മലയാള പഠനത്തിലൂടെയാണ് നമ്മുടെ ഹെർമൻ ഗുണ്ടർട്ട് പ്രശസ്തമായ, ഒരുപക്ഷെ എല്ലാവരും ശ്രദ്ധപ്പെടുന്ന മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു രൂപപ്പെടുത്തുന്നതിൽ ഊരാച്ചേരി ഗുരുനാഥന്മാരുടെ പങ്ക് വളരെ വലുതാണ്. ഇവിടെ വാഗ്ബടാനന്ദ ഗുരുവിനെ പറ്റി പറയുന്നുണ്ട്. നമ്മുടെ പാഠ്യത്തിൽ ജനിച്ച വാഗ്ബടാനന്ദ ഗുരു ഒരുപക്ഷെ നവോത്ഥാന രംഗത്ത് അതിശക്തമായ തൻ്റെ പ്രഭാഷണ കലയിലൂടെ കേരളം മുഴുവനും വലിയ ശബ്ദമുയർത്തിയ വാഗ്ബടാനന്ദ ഗുരു. ഞാൻ വാഗ്ബടാനന്ദ ഗുരുവിനെ കുറിച്ച് പറയുമ്പോൾ പാനൂരിലെ ഒരു സദസ്സിൽ വെച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. നമ്മുടെ ആദരണീയനായ ഇപ്പോൾ നമ്മോടൊപ്പം ഇല്ലാതെ KP റഹീം മാസ്റ്റർ, അദ്ദേഹം എഴുതിയ ഒരു ലേഖനത്തിൽ ഒരു പ്രസക്ത ഭാഗം ഞാൻ ഈ സദസ്സിനെ ഓർമ്മപ്പെടുത്തുകയാണ്. പാനൂരിൻ്റെ ഭാവശോഭകൾ എന്ന് പറഞ്ഞൊരു ലേഖനം വായിച്ചിട്ടുണ്ടാകും. അത് പാനൂർ പ്രദേശത്തെ ഏറ്റവും വലിയ ആത്മീയ നേതാക്കളായിരുന്ന പൈക്കാട്ട് അഹമ്മദ് കുട്ടി മുസലിയാർ, അതുപോലെ തന്നെ പണ്ഡിത ശ്രേഷ്ഠനായിരുന്ന CK മൊയ്തീൻ കുട്ടി മുസലിയാർ, ഇവരുമായി വൈയക്തികമായി വാഗ്ബടാനന്ദ ഗുരുവിനുള്ള ബന്ധത്തെക്കുറിച്ച് പരാമർശിക്കുന്നു. പാനൂർ പള്ളിയിൽ വെച്ച് CK മൊയ്തീൻ കുട്ടി മുസലിയാർ ഒരു മതപ്രഭാഷണം നടത്തുമ്പോൾ പുറത്ത് പ്രസംഗം കേൾക്കാൻ വേണ്ടി നവോത്ഥാന നായകൻ, കേരളത്തിന്റെ അദൃശ്യ സാന്നിധ്യമായ വാഗ്ബടാനന്ദ ഗുരു എടുത്ത പീടികയിൽ വന്നിരിക്കുന്നു. ഉടൻ പൈക്കാട്ട് അഹമ്മദ് കുട്ടി മുസലിയാർ ഒരു കുറിപ്പ് കൊടുക്കുന്നു. പ്രസംഗം കേൾക്കാൻ വാഗ്ബടാനന്ദൻ ഇവിടെ ഉണ്ട്. പിന്നീട് അദ്ദേഹത്തിന്റെ പ്രഭാഷണം ഉന്നതമായ ഒരു ആശയതലത്തിലേക്ക് ഉയർന്നു എന്നാണ് പറയുന്നത്. ശുദ്ധി എന്ന വിഷയമായിരുന്നു. എല്ലാ സമഗ്രമായ ശുദ്ധിയുടെ ആത്മീയ സാക്ഷാത്കാരം വരെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ വാഗ്ബടാനന്ദ ഗുരു ഈ കടയിൽ നിന്ന് എഴുന്നേറ്റ് പള്ളിയിൽ പോയി അദ്ദേഹത്തെ ആലിംഗനം ചെയ്ത് അഭിനന്ദിച്ചു എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ അത് ഇവിടെ പരാമർശിക്കാൻ കാരണം അത് നമ്മുടെ ഈ ഗ്രന്ഥത്തിലുള്ള കാര്യമല്ലെങ്കിലും പാനൂരിൻ്റെ പഴയകാല ചരിത്രത്തിൽ നമ്മുടെ മതേതര ബോധത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സംഭവമായിട്ട് അത് വർത്തമാനകാലത്ത് പുതിയ തലമുറ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്.
അത്തരം ചരിത്രത്തിൽ അയ്യൽ കോഫിയും അതുപോലെ തന്നെ ഷെയ്ഖ് മയ്യലവിയും ഒക്കെ അവർ നടത്തിയ ആത്മീയ പ്രഭാവത്തിന്റെ സാന്നിധ്യങ്ങൾ വളരെ വിശദമായിട്ടാണെങ്കിലും ഇതിൽ പരാമർശിക്കപ്പെടുന്നുണ്ട്. ഒക്കെ വായിക്കാൻ കഴിയുന്ന നല്ല ലേഖനങ്ങളായി ചരിത്രത്തിന്റെ ഏടുകളെ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. അതുപോലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ, ഞാൻ അതിൻ്റെ വിശദമായ തലത്തിലേക്ക് പോകുന്നില്ല. പഴയകാല തെരഞ്ഞെടുപ്പ് രീതികൾ, തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന പരസ്പരം ഉണ്ടായിരുന്ന സൗഹാർദ്ദങ്ങളും സ്നേഹ സാന്നിധ്യങ്ങളും, നാട്ടറിവുകൾ, മറ്റൊന്ന് ഏറ്റവും കൂടുതൽ പരിസ്ഥിതിയെക്കുറിച്ച് ഇത്രമാത്രം സമഗ്രമായ ഒരു നിരീക്ഷണം നമ്മുടെ ഈ ഗ്രന്ഥത്തിൽ എല്ലാം, നമ്മുടെ മലയിടിച്ചിലിനെ കുറിച്ച്, തണ്ണീർത്തടങ്ങൾ മണ്ണിട്ട് നികത്തുന്നതിനെ കുറിച്ച്, മാലിന്യ കൂമ്പാരങ്ങളായി നമ്മുടെ പുഴകളും ജലാശയങ്ങളും മാറുന്നതിനെ കുറിച്ച്, അങ്ങനെ വ്യത്യസ്ത നിരീക്ഷണങ്ങൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന പാരിസ്ഥിതിക ദുരന്തങ്ങളെക്കുറിച്ചും പാരിസ്ഥിതിക അവസ്ഥയെക്കുറിച്ചും ഇതിൽ ലേഖനങ്ങളിലൂടെ പരാമർശിക്കപ്പെടുന്നുണ്ട്. വേറൊന്ന് കോവിഡ് വിശേഷങ്ങളാണ്. കോവിഡ് വിശേഷണ കാലത്ത് അന്ന് സൗമ്യേന്ദ്രൻ പോലുള്ള ഒരുപാട് വ്യക്തികളെ അലി എഴുതിയ പൈതൃകം ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. അലിയുടെ പുസ്തകം, അൻവർ ഫാറൂഖിയുടേത്, അഷ്റഫ് അലിയുടേത്, വയോധികരുടെ മാനസികാരോഗ്യം എന്ന വിഷയത്തിൽ നടന്ന ചർച്ചകൾ, പ്രവാസികളുടെ സാന്നിധ്യം, കോവിഡ് കാലത്തിൻ്റെ വ്യത്യസ്ത അനുഭവങ്ങളൊക്കെ ചെറിയ ചെറിയ ലേഖനങ്ങളിലൂടെ പരാമർശപ്പെടുന്നു. സാന്ത്വനത്തിൻ്റെ ഏറ്റവും വലിയ പാനൂർ പ്രകടിപ്പിക്കുന്ന ഏറ്റവും ഉന്നത മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന സ്റ്റിംസ് വില്ലേജിനെ കുറിച്ച്, അതുപോലെ ഓരോ വ്യക്തി സവിശേഷതകളെ കുറിച്ച് ഒരു സമഗ്രമായ നിലയിൽ നമ്മുടെ പാനൂരിൻ്റെ പ്രാക്ചരിത്രം മാത്രമല്ല, വർത്തമാനകാല അവസ്ഥ, ഭാവിയിലേക്ക് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് ഈടുവയ്പ്പുകളെ കുറിച്ച് ഈ കയ്യൊപ്പ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പരാമർശിക്കപ്പെടുന്നു. തീർച്ചയായും എല്ലാവരും വായിക്കാൻ മാത്രമല്ല ഇത് സൂക്ഷിക്കാൻ കൂടിയുള്ള പുസ്തകമാണ്. നമ്മുടെ നൗഷാദ് അണിയാരത്തിൻ്റെ രണ്ടാമത്തെ പുസ്തകവും ജനഹൃദയങ്ങളിൽ ഇടം നേടാൻ ഏറ്റവും കഴിവുള്ള സാന്നിധ്യമുള്ള ഒരു ഗ്രന്ഥരചനയായിട്ട് കാണുകയാണ്. പക്ഷെ ആ സ്ഥാനത്ത് ഒരു നാട് മുഴുവൻ, നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് ആണെങ്കിലോ ഇങ്ങനെയുള്ളൊരു പ്രസാധനത്തിന് വലിയ സപ്പോർട്ടുമായിട്ട് നിൽക്കുന്നു. ഷാർജ KMCC, അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഒരുമിച്ച് ചേർന്ന് എഴുതാൻ സന്നദ്ധതയുള്ള ഒരാളെ ആവോളം പിന്തുണച്ചുകൊണ്ട് നിൽക്കുന്ന ഏറ്റവും ആനന്ദതുന്തിലമായ ഒരു മുഹൂർത്തം എന്നുള്ള നിലക്ക് തന്നെ നമ്മളിതിനെ കാണുകയാണ്. നിങ്ങൾക്കറിയാലോ, പുസ്തകം എഴുതുന്ന ആർക്ക് വേണ്ടിയാണ്? ഒരു വായിക്കുന്നൊരു സമൂഹം വരുമെന്ന് കരുതിയാണ്. പക്ഷെ വായനയൊക്കെ വേറെ രൂപത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. പുസ്തകങ്ങൾ ധാരാളം ഇറങ്ങുന്നുണ്ട്, അച്ചടി മാധ്യമങ്ങൾ തന്നെ ധാരാളം ഇറങ്ങുന്നുണ്ട്, പുസ്തകങ്ങൾ ധാരാളം ഇറങ്ങുന്നുണ്ട്, ഡിജിറ്റൽ മീഡിയ വഴി ധാരാളം പുസ്തകങ്ങൾ ഇറങ്ങുന്നുണ്ട്, വായന നടക്കുന്നുണ്ട്. പക്ഷേ സീരിയസ് ആയ വായനകളിൽ നിന്ന് പലതും വായിക്കുന്ന കൂട്ടത്തിൽ ഒന്ന് എന്നതിലേക്ക് നമ്മുടെ ദിനപത്ര വായന പോലും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്. ഇപ്പോൾ ഡിജിറ്റൽ വായന കൊണ്ടുണ്ടാകുന്ന സംഗതി അതാണ്, നിങ്ങൾക്കറിയാം. നമ്മൾ ഒന്ന് കരുതിയത് മാത്രമല്ല തിരഞ്ഞെടുക്കുന്നത്, കൺമുന്നിൽ വന്ന് ചെയ്യുന്നതൊക്കെ നമ്മൾ വായിക്കേണ്ടി വരും. അപ്പോൾ പത്രങ്ങളൊക്കെ നാളെ ഡിജിറ്റലായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? ആ പത്രം മാത്രമാവണമെന്നില്ല വായിക്കുന്നത്. ഒരുപക്ഷെ പത്രം വായിക്കാൻ കണ്ടെത്തുന്ന രാവിലത്തെ സമയം എന്ന് പറയുന്നത് മറ്റെന്തെങ്കിലും ഒരു വായനയിലേക്ക് തിരിഞ്ഞു പോകും എന്നുള്ളതാണ്. അപ്പം അങ്ങനത്തെ ഒരു പുതിയ കാലം, അമേരിക്കയിലൊക്കെ പറയുന്നത് പോലെ വാർത്താ മരുഭൂമികൾ ഉണ്ടാകുന്നു എന്ന് ഇപ്പോഴും നല്ല 10 വർഷം മുമ്പ് തന്നെ വലിയ പഠന ഗവേഷണ റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുള്ളതാണ്. അവിടെ പത്രം വായിക്കുന്നവരില്ലാത്ത, TV കാണുന്നവരില്ലാത്ത, മൊബൈൽ വായിക്കുന്നവരില്ലാത്ത, അങ്ങനെ എല്ലാ കമ്മ്യൂണിക്കേഷൻ്റെ ഇത്തരം മാധ്യമങ്ങളെയൊക്കെ മാറ്റി വായന എന്ന് പറയുന്നത് മാറ്റി നിർത്തിയിട്ട് ശുഷ്കമായ ഒരു അന്തരീക്ഷം രൂപപ്പെട്ടു വരിക, അവരുടെ ലോകം പുതിയതൊന്നായി മാറുക എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത ജനറേഷൻ അങ്ങനെ മാറിപ്പോകുമോ എന്ന് ഭയപ്പെടേണ്ടിയിരിക്കുന്ന സന്ദർഭങ്ങൾ. നമ്മൾ തലമുറകൾ, ഓരോരോ തലമുറകളെ കുറിച്ചും ഞങ്ങളുടെ തലമുറയാണ് നല്ലതെന്നും വരാനിരിക്കുന്ന തലമുറ മോശമാണ് എന്ന് പറയുന്ന ആ നിലക്കല്ല പറയുന്നത്. പകരം നമ്മുടെ കാഴ്ചകൾ, നമ്മുടെ ശ്രദ്ധകൾ എന്നൊക്കെ പറയുന്നത് വിഷയം മാറിപ്പോയിക്കൊണ്ടിരിക്കും. അതിലൊരു പ്രധാന ഘടകം എന്ന് പറയുന്നത് നാം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലുള്ള ആളുകളുടെ ഈ കാപട്യങ്ങൾക്ക് തന്നെ വലിയൊരു പങ്കുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു നടന്നുകൊണ്ടിരിക്കുന്ന സംഭവത്തോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതാണ്. ഇവിടെ വെച്ചിട്ട് ഈ പാനൂരങ്ങാടിയിൽ വെച്ചിട്ട് ഒരാൾ തല്ലിക്കൊല്ലുകയാണെങ്കിൽ നമ്മളത് ഇങ്ങനെ പതുക്കെ ഇവിടെ നിന്ന് ഉൾവലിയുകയും മേലെ രക്ഷപ്പെട്ടു പോവുകയും നാളെ അതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ നല്ലൊരു പോസ്റ്റ് ഇടുകയും ചെയ്യും. അതായത് കഴിഞ്ഞുപോയ സംഭവങ്ങളെക്കുറിച്ച് രോഷം കൊള്ളുകയും
ആ നിമിഷത്തിൽ വർത്തമാനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളോട് ഒരുതരം നിസ്സംഗത കാണിക്കുകയും ചെയ്യുന്നവർ എന്നുള്ള രീതിയിലേക്ക് ഈ മുതിർന്ന തലമുറ തന്നെ മാറിക്കൊണ്ടിരിക്കുന്നു. മുതിർന്ന എന്ന് പറഞ്ഞാൽ പ്രായം ചെന്നവർ അർത്ഥത്തിലല്ല, വർത്തമാനകാലത്ത് നമ്മളൊക്കെ എല്ലാവരുമുള്ള ഒരു തലമുറ തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കണ്ടാണ് അടുത്ത കുട്ടികൾ വളരുന്നത്. ഇപ്പോൾ രാജ്യത്ത് നടക്കുന്ന ഒരുപാട് സംഭവ വികാസങ്ങളുണ്ട്. ഇപ്പോൾ സംഭവത്തിലെ കാര്യങ്ങൾ നടക്കുന്നു. 5 പേര് ഇന്നലെ പള്ളിക്ക് വേണ്ടി 5 പേർ വെടിയേറ്റ് മരിക്കുന്നു. ഇങ്ങനെ ഇനിയും അവിടെ എത്രയോ പേർ ഗുരുതരമായി പരിക്കേറ്റ് കിടക്കുന്നു. ഇതൊന്നും ഇപ്പോൾ ഒരു വലിയ ചർച്ചയൊന്നുമായിട്ട് വരുന്നില്ല കേട്ടോ. ഇനി കുറേ ദിവസങ്ങൾ കഴിഞ്ഞാൽ പലരും ഇതിനെക്കുറിച്ച് പ്രതികരിക്കാൻ തുടങ്ങും, അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങും. ഈ സമയത്ത് അഭിപ്രായം പറയുന്നത് എങ്ങോട്ടാണ് കാര്യങ്ങളുടെ തൂക്കം എന്ന് നോക്കിയിട്ട് മാത്രം അഭിപ്രായം പറഞ്ഞാൽ മതി എന്ന് കരുതുന്നിടത്താണ് വായനയുടെ ഭാവി എന്ന് പറയുന്ന ഒന്ന് കിടക്കുന്നത്. എപ്പോഴാണ് ഒരു എഴുത്ത് ആവശ്യമായി വരുന്നത്, ചരിത്രത്തിൽ എപ്പോഴാണ് ഒരു ഗ്രന്ഥം ഇറങ്ങേണ്ടി വരുന്നത്, അത് 2 സന്ദർഭങ്ങളുണ്ട്. ഒന്ന്, നമ്മെ അങ്ങേയറ്റം ചൊടിപ്പിക്കുന്ന, അങ്ങേയറ്റം ഭയപ്പെടുത്തുന്ന സംഭവങ്ങൾ വന്ന് നിറയുമ്പോൾ നമ്മളത് രേഖപ്പെടുത്തേണ്ടി വരുന്നു. മറ്റൊന്ന്, ഇവിടെ നേരത്തെ പുസ്തക പരിചയത്തിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ നമ്മുടെ ഭൂതകാലത്തെ വർത്തമാനത്തിലേക്ക് കൂട്ടി ഘടിപ്പിക്കാൻ വേണ്ടി. കാരണം ഭൂതകാലത്തിൽ ജീവിക്കുക മാത്രമല്ല, ആ ഭൂതകാലത്തിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന് വർത്തമാനത്തിലും ജീവിക്കാൻ കഴിയുക, എന്നിട്ട് അത് ഭാവിയിലേക്കുള്ള ചില ചവിട്ടുപടികളെ നിർമ്മിക്കുക. കഴിഞ്ഞു പോയ കാലങ്ങളെ നമ്മൾ പുതിയ കാലത്തോട് ബന്ധപ്പെടുത്താതെ നമുക്കൊരു നിലനിൽപ്പുമില്ല. ഇപ്പൊ വിശുദ്ധ ഖുർആൻ തന്നെ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ വേണ്ടിയാണ് നിരന്തരം പ്രേരിക്കുന്നത്. ഈ ജനം ഭൂമിയിലൂടെ സഞ്ചരിച്ചിട്ടില്ലേ? വലിയ വലിയ ഗോത്രങ്ങൾ, വലിയ സമൂഹങ്ങൾ, അവർക്ക് എന്ത് സംഭവിച്ചു? എത്രയെത്ര പൂങ്കാവനങ്ങളും നീരുറവുകളും അവർ ഉപേക്ഷിച്ചു പോയി. എത്രയെത്ര വിളഭൂമികളും അമൂല്യമായ വസതികളും. അങ്ങനെ തന്നെ അവർ രസിച്ചു പോകുന്ന എന്തെന്ന് അനുഗ്രഹങ്ങൾ. ഇതെല്ലാം മറ്റൊരു സമൂഹത്തിന് നാം അനന്തരാവകാശമായി നൽകി. ആകാശവും ഭൂമിയും അവരെ ഓർത്ത് കരഞ്ഞില്ല. അപ്പോ സുഹൃത്ത് ദുഃഖാൻ ഇങ്ങനെ ഖുർആൻ തന്നെ നിരന്തരമായി പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ചരിത്രത്തെക്കുറിച്ച്, കഴിഞ്ഞുപോയ തലമുറയെ കുറിച്ച് പഠിക്കാൻ. പക്ഷെ അത് എന്തിനാ പഠിക്കുന്നത്? നാം ജീവിക്കുന്ന കാലഘട്ടത്തിൽ, നമ്മുടെ ഈ വർത്തമാന കാലഘട്ടത്തെ എങ്ങനെയാണ് അതുകൊണ്ട് തിരുത്താൻ പറ്റുക എന്നുള്ളതാണ്. എങ്ങനെയാണ് വർത്തമാനകാലത്തിന് താക്കീതായിട്ട്, മുന്നറിയിപ്പായിട്ട്, ഒരു പാഠമായിട്ട് ചരിത്രത്തെ കൊണ്ടുവന്ന് നിർത്താൻ കഴിയുക എന്നുള്ളതാണ്. ഇവിടെ നൗഷാദ് അണിയാലും ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ഒരു പ്രവൃത്തി, ഏറ്റവും വലിയ ഒരു സന്നദ്ധത എന്ന് പറയുന്നത് ചരിത്രത്തിൽ കടന്നുപോയ കുറേ മഹാപുരുഷന്മാരെ നമ്മൾ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ആ മഹാപുരുഷന്മാരെ രാഷ്ട്രീയമായിട്ടോ മതപരമായിട്ടോ പ്രാദേശികമായിട്ടോ മറ്റേതെങ്കിലും നിലക്കോ എല്ലാവരും ഒരുപോലെ അംഗീകരിക്കണമെന്നില്ല. പലർക്കും പല രീതിയിലായിരിക്കും അവരോടുള്ള സമീപനങ്ങൾ. പക്ഷെ അവരിൽ നിന്നെല്ലാം ഒരു നന്മയുടെ ഒരു നുറുങ്ങ് എല്ലാവരിൽ നിന്നും കിട്ടുമെന്നുള്ളതാണ്. ഭൂതകാലത്തെ നമ്മൾ വർത്തമാനത്തിലേക്ക് പിടിച്ചു കൊണ്ടുവരണമെങ്കിൽ ഇവരെ പരിചയപ്പെടുത്തി കൊടുക്കുക, പഠിപ്പിച്ചു കൊടുക്കുക, ഇവരിലുള്ള നന്മയുടെ ഈ നുറുങ്ങുവെട്ടത്തെ കൊണ്ടുവന്ന് നിർത്തുക. ഇതാണ് നൗഷാദ് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത്. അത് ഒരു എഴുത്തുകാരന് ഒരു പുസ്തകം ഉണ്ടാക്കാൻ സന്നദ്ധമാവുക എന്ന് പറയുന്നത്, നിരന്തരം എഴുതാൻ തയ്യാറാവുക എന്ന് പറയുന്നത് എഴുതണമെന്ന് തോന്നുമ്പോഴാണ്. ആ എഴുത്തുണ്ടാകുന്ന വളരെ സ്വതന്ത്രമായ ഒരു മനസ്സുണ്ടാവുമ്പോഴാണ്. ആ സ്വതന്ത്രമായ മനസ്സില്ലാത്തടത്ത് എഴുതാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ മീഡിയകളുടെ ഒരു സ്ഥിതി നിങ്ങൾക്കറിയാം. അത് ഫാസിസത്തിന്റെയും സാമ്പത്തിക താല്പര്യങ്ങളുടെയൊക്കെ നിയന്ത്രണത്തിൽ ഇത്തരം ഈ 2 താല്പര്യങ്ങൾ പ്രത്യേകമായും പിടിമുറുക്കിയിരിക്കുന്നു മാധ്യമങ്ങളുടെ മേലിൽ. അപ്പൊ അവർക്ക് എങ്ങോട്ടും പോകാൻ കഴിയില്ല. ഒന്നുകിൽ സാമ്പത്തിക താല്പര്യം, അല്ലെങ്കിൽ വളരെ ഭയാനകമായി ആക്രമോത്സുകമായി വരുന്ന ഫാസിസം. ഈ 2-ലൊന്ന് പിടികൂടിയ ഒരു മാധ്യമം എങ്ങനെയാണ് സമൂഹത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്നവർക്ക് വേണ്ടി സംസാരിക്കുക? ഇപ്പോൾ മഹാത്മജി പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഒരു ഭരണകൂടം ഒരു പദ്ധതി കൊണ്ടുവരുമ്പോൾ, ഒരു നിയമം നിർമ്മിക്കുമ്പോൾ സമൂഹത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്ന ആളിന്റെ മുഖമായിരിക്കണം അവരുടെ ഓർമ്മയിൽ വരേണ്ടത് എന്ന്. സമൂഹത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്നവരുമായി പാവപ്പെട്ടവര്. ഈ പാവപ്പെട്ടവർക്ക് വേണ്ടി സംസാരിക്കാൻ ഒന്നുകിൽ ഈ സാമ്പത്തിക താല്പര്യങ്ങളാൽ അല്ലെങ്കിൽ ഈ ആക്രമോത്സുകമായ രാഷ്ട്രീയത്താൽ നിയന്ത്രിക്കപ്പെടുന്ന മാധ്യമങ്ങൾക്ക് കഴിയില്ല എന്നുള്ള ഉറപ്പാണ്. അതിലൂടെ ലോകത്ത് നടക്കുന്ന പല സംഭവങ്ങളും പല വേട്ടകളും ചിത്രമാവാതെ, ചരിത്രമാവാതെ, വാർത്തയാവാതെ കടന്നുപോകും. അത് രേഖപ്പെടുത്താൻ ഒരാൾ വേണമെന്നുള്ളതാണ്. ഈ പത്രപ്രവർത്തകൻ എന്ന് പറയുന്നത് കാലത്തിന്റെ സാക്ഷി എന്നൊരു വിളിപ്പേര് കൂടിയുണ്ട് പത്രപ്രവർത്തകന്. കാലത്തിന്റെ സാക്ഷിക്ക് അത് ഒരു റിപ്പോർട്ടർക്ക്, ഒരു ലേഖകന്, ഒരു എഴുത്തുകാരന് അത് രേഖപ്പെടുത്തി വെക്കാൻ കഴിയുകയും അതിൽ എന്തെങ്കിലും ഒരു ചിന്തയെ മറ്റുള്ളവർക്ക് വേണ്ടി കൊണ്ടുവരാൻ കഴിയുന്നു. എൻ്റെ ഒരു കഥ സാന്ദർഭികമായി ഓർമ്മ വന്നു പറയാം. ഇപ്പോൾ നമ്മുടെ NS മാധവൻ എഴുതിയ ഒരു കഥയാണ് തിരുത്ത്. 1993 ബാബി മസ്ജിദ് ആക്കപ്പെട്ടതിന് ശേഷം ഇറങ്ങിയ ആ പശ്ചാത്തലത്തിൽ അദ്ദേഹം എഴുതിയ ഒരു കഥയാണ്. അപ്പൊ ആ കഥയിൽ ചുരുക്കി അതിന് സംഗതി പറയാം. അതില് ചുല്ലിയാറ്റ് എന്ന് പറഞ്ഞ വൃദ്ധനായ ഒരു പത്രപ്രവർത്തകനുണ്ട്, പത്രാധിപൻ. അപ്പൊ അദ്ദേഹം ചരിത്രത്തിന്റെ നിർണായകമായ സന്ദർഭങ്ങളിൽ പലപ്പോഴും പത്രോഫീസിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ്.
എങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പോൾ 1947 ഓഗസ്റ്റ് മാസം 14-ാം തീയതി രാത്രി അദ്ദേഹം പിന്നെ അദ്ദേഹത്തിൻ്റെ ക്യാബിനിൽ ഇല്ലായിരുന്നു. എന്തുകൊണ്ട്? അന്ന് ഇന്ത്യയുടെ വിഭജനമായിരുന്നു. 48 ജനുവരി 30-ാം തീയതി അദ്ദേഹം ഇല്ലായിരുന്നു. അന്ന് ഗാന്ധിജിയുടെ മരണമായിരുന്നു. അന്നൊക്കെ അദ്ദേഹത്തിന് പനി വരുമെന്നാണ്. 1992 ഡിസംബർ മാസം 6-ാം തീയതി പകൽ തന്നെ അദ്ദേഹത്തിന് പനി ആരംഭിച്ചു. വൈകുന്നേരത്തോടെ അദ്ദേഹം വീട്ടിൽ പോകാമെന്ന് പറഞ്ഞ് പത്രം ഓഫീസിൽ ഇറങ്ങി. അദ്ദേഹത്തിന്റെ പഴയ പ്രീമിയർ പത്മിനി കാറും ഓടിച്ച് നഗരത്തിലൂടെ പോകുന്നു. നഗരത്തിൽ കർഫ്യൂ ആണ്. എല്ലായിടത്തും എവിടെയും ഒരു മനുഷ്യൻ അനങ്ങുന്നില്ല. പട്ടാളം റോഡ് ചുറ്റുന്നത് ഒഴികെ അങ്ങിങ്ങ് ടയറുകൾ കത്തിച്ചിരിക്കുന്നു. പുകഞ്ഞുകൊണ്ടിരിക്കുന്ന നീറിപ്പുകയുന്ന ഒരു നഗരം മാത്രമാണ് കൺമുന്നിലുള്ളത്. പക്ഷെ ഏതായിരുന്നാലും പനിയാണല്ലോ. അദ്ദേഹം കരുതി അദ്ദേഹത്തിന്റെ പഴയ സുഹൃത്ത് ഡോക്ടർ ഇക്ബാലിനെ ഒന്ന് കാണാമെന്ന്. ആ ഡോക്ടർ ഇക്ബാലിന്റെ വീട്ടിലേക്ക് വണ്ടി തിരിച്ചു. അവിടെ പോയി ബെല്ലടിച്ചു. ഇക്ബാലിനെ കുട്ടി വാതിൽ തുറന്നു. ഡോക്ടറെ കണ്ടു. ഒരു കുത്തിവെപ്പ് നടത്തി. പ്രത്യേകിച്ച് അവർ തമ്മിൽ ഒന്നും സംസാരിക്കാതെ അയാൾ തിരികെ ഇറങ്ങുമ്പോൾ ഡോക്ടർ ഇക്ബാലിന്റെ കുട്ടി പറഞ്ഞു, മകൾ പറഞ്ഞു, അങ്കിൾ മാത്രമാണ് ഇന്ന് നടന്ന സംഭവത്തെക്കുറിച്ച് ഞങ്ങളോട് സംസാരിക്കാത്ത ഞങ്ങളുടെ ഒരേ ഒരു ഹിന്ദു സുഹൃത്ത് എന്ന്. ആ നിമിഷം ചുല്ലിയായിട്ട് ആലോചിച്ചു, ഞാൻ എപ്പോഴാണ് മനസ്സിൽ കരുതി ഒരു ആത്മകഥം, ഞാൻ എപ്പോഴാണ് കുട്ടികളെ എൻ്റെ കുട്ടികൾക്ക് ഞാനൊരു ഹിന്ദു സുഹൃത്തായത്? ഇത്ര കാലം അങ്കിൾ എന്നല്ലേ വിളിച്ചത്. എത്ര പെട്ടെന്ന് ഞാൻ നിങ്ങൾക്കൊരു ഹിന്ദു സുഹൃത്തായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഏതായാലും വീട്ടിൽ പോകുന്നതിന് പകരം കാർ തിരികെ വന്ന് പത്രം ഓഫീസിലേക്ക് തന്നെ വന്നു. അപ്പുറത്ത് ഡെസ്കിലിട്ടുള്ളവർ ആരും കാണാതെ തന്നെ അദ്ദേഹത്തിന്റെ ക്യാബിനിലേക്ക് കയറി ചേറിലിരുന്നു. അദ്ദേഹം പ്യൂണിനെ വിളിച്ച് നാളെ ഇറങ്ങാൻ പോകുന്ന പത്രത്തിന്റെ 1-ാം പേജിന്റെ പ്രിന്റ് ഔട്ട് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. അന്ന് DTP ചെയ്ത് അങ്ങനെയാണ് ആ ഒരു സമയം 94 ആ പ്രിന്റ് ഔട്ട് കൊണ്ടുവന്നു. ആ പ്രിന്റ് ഔട്ടുമായി അദ്ദേഹം മുഖമാകെ ചോര കലർന്ന ചുവപ്പോട് കൂടി അദ്ദേഹം മെയിൻ ഡെസ്കിലേക്ക് വന്നു. ന്യൂസ് എഡിറ്ററെ മേശപ്പുറത്ത് വന്നിട്ട് ചോദിച്ചു, വിജയ് മല്ലിക്കിനോട് ചോദിച്ചു, ആരാണ് ഈ വാർത്തക്ക് തലക്കെട്ട് കൊടുത്തത്? നാളെ ഇറങ്ങാൻ പോകുന്ന പത്രത്തിന്റെ 1-ാം പേജ് ഈ വാർത്തക്ക് ആരാണ് തലക്കെട്ട് കൊടുത്തത്? ആരാണെന്നാ ചോദിച്ചത്. ആ ഡെസ്കിലിരിക്കുന്ന പലരും ചീഫ് എഡിറ്ററെ മുമ്പ് കണ്ടിട്ട് പോലുമില്ല. പുതിയ ആളുകൾ അവിടെ അദ്ദേഹം പ്രത്യക്ഷപ്പെടാറില്ല. പക്ഷെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മുഖം കാണുന്നത്. പരിചയമുള്ളവർക്ക് പോലും അത്രയും ക്ഷുഭിതനായിരുന്നു. ആരാണ് ഈ വാർത്തക്ക് തലക്കെട്ട് കൊടുത്തത്? ആരും ഒന്നും മിണ്ടുന്നില്ല. 2-3 ആവർത്തി ചോദിച്ചു. അവസാനം പറഞ്ഞു, അവരാരായിരുന്നാലും ശരി നാളെ മുതൽ എൻ്റെ പത്രത്തിൽ ജോലിക്ക് വരേണ്ടായിരുന്നു. ആ സമയം സുഹറ എന്ന ഒരു വളരെ ചെറുപ്പമായ ഒരു പെൺകുട്ടി എഴുന്നേറ്റ് നിൽക്കുക, സർ ഞാനായിരുന്നു അതെന്ന് പറയുന്നു. പെട്ടെന്ന് ചുല്യാറ്റിന്റെ ക്ഷോഭം തണുത്തുപോയി. ഈ സുഹറയുടെ നെറുന്തലയിൽ ഇങ്ങനെ കൈകൊണ്ട് മെല്ലെ ഒന്ന് തലോടി. അദ്ദേഹം ആ പ്രധാന വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെ വെട്ടി. തർക്കമന്ദിരം തകർത്തു എന്ന തലക്കെട്ടിന് മുകളിൽ ബാബരി മസ്ജിദ് എന്ന് എഴുതി ചേർത്തു. സുഹറയുടെ കണ്ണിൽ നിന്ന് ചരം പോലെ കണ്ണീർ തുള്ളികൾ ഈ പേപ്പറിൽ ഇറ്റി വീണ് താഴേക്ക് ഉരുണ്ടുപോയി എന്ന് പറയുന്നത് കഥ അവസാനിക്കുന്നു. പക്ഷേ യജസ്മാനവൻ ഈ കഥ എഴുതുന്നത് എപ്പോഴാണ്? അല്ലെങ്കിൽ KK ചുല്ലിയാറ്റ് എന്ന വൃദ്ധൻ പത്രപ്രവർത്തകൻ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ മാഞ്ചസ്റ്റർ ഗാർഡിയനിൽ പഠിക്കുമ്പോൾ വെയിൽസുകാരനായ വൃദ്ധൻ പത്രാധിപർ പറയാറുണ്ടായിരുന്നു, ഈ നീല പെൻസിൽ അതാണ് ഒരു പത്രാധിപരുടെ ആയുധം എന്ന് പറഞ്ഞ് ഈ പാർക്കിൻസണിസത്തിന്റെ ലാഞ്ചനയുള്ള വിറയാർന്ന കൈകളാൽ ആ ഒരു ഉളി പോലെ പേന നീല പെൻസിൽ കുത്തിപ്പിടിച്ച് അദ്ദേഹം ആ തലക്കെട്ട് വെട്ടി എന്നാണ് ആ കഥയിൽ പറയുന്നത്. അപ്പൊ ഒരു ടൂൾ, ഒരു ആയുധം നിലക്ക് പേന ഉപയോഗിക്കേണ്ടി വരുന്നത്, ഒരു ആയുധം നിലക്ക് ചിന്ത ഉപയോഗിക്കേണ്ടി വരുന്നത്, ഒരു ആയുധം നിലക്ക് ഭാവന ഉപയോഗിക്കേണ്ടി വരുന്നത് എപ്പോഴാണ് എന്നാണ്. അത് ഉത്തരവാദപ്പെട്ടവർ നിസ്സംഗരായി നിൽക്കുന്നിടത്ത്, ഭരണകൂടം നിസ്സംഗരായി നിൽക്കുന്നിടത്ത്, കാര്യങ്ങൾ ചെയ്യേണ്ടവർ നിസ്സംഗരായിരിക്കുന്നിടത്ത് അപ്പോൾ ഈ ടൂൾ ഉപയോഗിക്കണം എന്നുള്ളതാണ്. അത് പത്രപ്രവർത്തകന് മാത്രം കഴിയുന്ന, എഴുത്തുകാരന് മാത്രം കഴിയുന്ന ഒരു വലിയ ആയുധമാണ്. ആ ആയുധം കൊണ്ടാണ് എന്താണ് നാളെ സംഭവിക്കാനിരിക്കുന്നത് എന്ന് പറയാൻ ഇവർക്ക് കഴിയുന്നത്. ഒരു പ്രവചനം പോലെ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് പറയാൻ കഴിയുന്നത് ഈ ആയുധം ശരിക്കും ഉപയോഗിക്കുമ്പോഴാണ്. NS മാധവൻ അത് ഉപയോഗിച്ചു. ഇവിടെ ചുല്ലിയാറ്റ് എന്ന ആ പ്രതീകാത്മക പത്രാധിപർ അത് ഉപയോഗിച്ചു. ഇവിടെയാണ് നൗഷാദ് അനിയാരം തന്റെ പുസ്തകത്തിൽ ഈ കഴിഞ്ഞുപോയ കാലങ്ങളെയും അതിന്റെ രാഷ്ട്രീയത്തെയും അതിന്റെ ചരിത്ര പുരുഷന്മാരെയും സ്ഥാപിച്ചു വെച്ചുകൊണ്ട് ഇങ്ങനെയൊരു കാലമുണ്ടായിരുന്നു നമുക്ക്, ആ വഴിയാണ് നമ്മൾ സഞ്ചരിക്കേണ്ടത്, അവരെ കൂട്ടിപ്പിടിച്ചു വേണം നമുക്ക് ഇനി മുന്നോട്ട് പോവാൻ. ഇപ്പോഴീ അനിയന്റെ ചുമലിൽ പിടിക്ക ഈ പാവശില നീ ചവിട്ടിക്കരയറൂ എന്ന് പറയുന്നുണ്ടല്ലോ. ഇതാ ഈ പുസ്തകത്തിൽ ചേർത്ത് പിടിച്ച ആളുകളെ ഇവിടെ കൈവിരലുകളിൽ തൂങ്ങി നമുക്ക് മുന്നോട്ട് പോകാം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്.
അതായത് മൂല്യാധിഷ്ഠിതമായ ഒരു പൊതുജീവിതം നയിച്ചിരുന്ന മനുഷ്യരുടെ കാലത്തെക്കുറിച്ചാണ്. ഇപ്പൊ രാഷ്ട്രീയ പ്രവേശനത്തിന്റെ പിന്നിലെ താല്പര്യങ്ങൾ എന്ന് പറയുന്നത് ഒട്ടുമേ മൂല്യമല്ല എന്നും ഒട്ടുമേ ധാർമ്മികതയല്ല എന്നും വ്യക്തി താല്പര്യങ്ങളാണ് എന്നും പറയുന്ന ഒരു കാലഘട്ടത്തിന്റെ നടുവിൽ ഇന്നലെയോളം ഒരു പാർട്ടിയുടെ സമുന്നത നേതാവായി ആ പാർട്ടിയുടെ വക്താവായി നിലകൊണ്ടയാൾ പിറ്റേന്ന് രാവിലെ മറ്റൊരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി പ്രത്യക്ഷപ്പെടുന്ന ഒരു കാലത്ത് രാഷ്ട്രീയത്തിന്റെ മൂല്യത്തെക്കുറിച്ച് പറഞ്ഞു തന്ന, ജീവിതത്തിന്റെ മൂല്യത്തെക്കുറിച്ച് പറഞ്ഞു തന്ന, സാമൂഹിക ജീവിതത്തിന്റെയോ വ്യക്തിത്വത്തിന്റെയോ പിന്നെ അതിന്റെ ഏറ്റവും പരമമായ സത്യത്തെക്കുറിച്ച് പറഞ്ഞു തന്ന വാഗ്ഭടാനന്ദൻ ഉൾപ്പെടെയുള്ള ആ വലിയ ഒരു മഹാപുരുഷന്മാരുടെ കാലഘട്ടത്തെ നമ്മുടെ ഈ വർത്തമാനത്തെ കാതിലുള്ളതാക്കി മാറ്റിയ ഭൂതകാലത്തിന്റെ ഹരിക്കുള്ളിലെ ഈ തീച്ചുവാലുകളെ കൊണ്ടുവരുന്ന ഒരു വലിയ യജ്ഞമാണ് നൗഷാദ് അണിയാരൻ ഈ പുസ്തകത്തിലൂടെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് നൗഷാദ് അണിയാരത്തെ നമ്മൾ പ്രത്യേകമായി അഭിനന്ദിക്കുന്നത്. ഒരു പുസ്തകം ഉണ്ടാവുക എന്നുള്ളതല്ല, ആ പുസ്തകം വായിക്കപ്പെടുകയും ആ പുസ്തകം നമ്മൾ ചർച്ച ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. ഈ സാഹിത്യത്തിലുള്ള ഒരു സംഗതിയുണ്ട്, ഡീകൺസ്ട്രക്ഷൻ, അപനിർമ്മാണം എന്ന് വെച്ചാൽ നമ്മൾ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ രണ്ട് വരികൾക്കിടയിൽ ഒരു വെള്ള സ്പേസ് ഉണ്ട്. പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ രണ്ട് വരികൾക്കിടയിൽ ഒരു വെള്ള ഒഴിവുണ്ട്. രണ്ട് വരികൾക്കിടയിൽ ആ വെളുത്ത ഒഴിവ്. അത് എന്ന് പറയുന്നത് മനുഷ്യന് സ്വയം ചിന്തിക്കാനുള്ളതും ഈ സാധനം വാർത്തയാവട്ടെ, ലേഖനമാവട്ടെ, കഥയാവട്ടെ, കവിതയാവട്ടെ, ആ ഗ്രന്ഥം തന്നെ ആവട്ടെ, അത് അല്ലെങ്കിൽ കഥാപാത്രങ്ങളാവട്ടെ, അത് അവരെ അവിടുന്ന് മാറിപ്പോയി അത് നമ്മുടെ മനസ്സിൽ മറ്റൊന്നായി ഒരു ചിത്രം സ്ഥാപിക്കപ്പെടുകയും ചെയ്യുക എന്നുള്ളതാണ്. എം ടിയുടെ ഒരു നോവൽ വായിക്കുമ്പോൾ, വിജയന്റെ ഒരു നോവൽ വായിക്കുമ്പോൾ, കെ ആർ മീരയുടെ ഒരു നോവൽ വായിക്കുമ്പോൾ നമ്മൾ അതിലെ കഥാപാത്രങ്ങളെ നമ്മളിലേക്ക് കൊണ്ടുവരികയും നമ്മുടെ കാലത്തിലേക്ക് കൊണ്ടുവരികയും പിന്നെ ആ കൃതിക്ക് പകരം അവർ നമ്മുടെ കാലത്ത് ജീവിക്കുകയും നമ്മുടെ നാട്ടിൽ ജീവിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ശരിക്കും ഡീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നതിന്റെ ഒരു പ്രാദേശിക രൂപം എന്ന് പറയുന്നത്. ആ ഡീകൺസ്ട്രക്ഷൻ നടക്കണമെങ്കിൽ അത് നമ്മുടെ ചിന്തയിലേക്ക് ഈ സാധനങ്ങളെ കൊണ്ടുവരേണ്ടതുണ്ട്. അതിനാണ് ഞാൻ ഒരു കാര്യം പ്രത്യേകമായിട്ട് പറയുന്നത്, അത് പ്രിന്റ് മീഡിയക്ക് മാത്രം സാധ്യമാകുന്ന ഒന്നാണ്. മിന്നി മറയുന്ന സ്ക്രീൻ ഇമേജുകളുള്ള ഈ വിഷ്വൽ മീഡിയക്ക് ഒരുപക്ഷെ അത് കഴിയില്ല. ഇപ്പോൾ ഡിജിറ്റൽ മീഡിയ എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ നേരം തരില്ല എന്നുള്ള പ്രശ്നമുണ്ട്. കാരണം അതിലൊരു സ്ക്രീനിന്റെ വെളിച്ചം നമ്മുടെ കണ്ണിലേക്ക് വരുന്നത്. ആദ്യം ഈ അക്ഷരങ്ങൾക്ക് മുമ്പേ ഒരു വെളിച്ചം നമ്മുടെ കണ്ണിലേക്ക് വരികയും നമ്മുടെ കണ്ണിൽ തറക്കുന്ന വെളിച്ചമാവുകയും ആ വെളിച്ചം ക്രമപ്പെടുത്താൻ വേണ്ടി നമ്മൾ സമയം കാണുകയും നമ്മൾ ആ വെളിച്ചത്തെ കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ ആ വെളിച്ചത്തിനും അപ്പുറത്തെ ഇരുട്ടിൽ നിൽക്കുന്ന ഈ അക്ഷരങ്ങൾ നമ്മൾ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ പ്രയാസമായി വരുന്നു. ആ സ്ഥാനത്ത് ഇപ്പൊ നിങ്ങൾ ഒരു മൊബൈൽ ഫോണിൽ നിങ്ങളുടെ ഒരു നോട്ട്സിൽ കുറിച്ച് വെച്ചിട്ടുള്ള ഒരു സംഗതി വായിക്കുന്നതും ഒരു കടലാസിൽ എഴുതി വെച്ച സാധനം വായിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം, കടലാസിൽ പ്രിന്റ് ചെയ്തത് വായിക്കുന്നതും ടി വിയിൽ കാണുന്നത് വായിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം അതാണ്. അത് നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. അതുകൊണ്ട് അച്ചടി മാധ്യമത്തിന്റെ വായന, പുസ്തകങ്ങളുടെ വായന അത് പ്രോത്സാഹിപ്പിക്കുക തന്നെ വേണം. ആ വായനയിലൂടെയാണ് നമ്മൾക്ക് ഒരു നല്ല ഭാവി കാലത്ത് നിർമ്മിക്കാൻ കഴിയുക. നമ്മുടെ വീട്ടിലൊക്കെ ധാരാളം പുസ്തകങ്ങളുള്ള ആളുകൾ ഈ കൂട്ടത്തിലൊക്കെ ഉണ്ടാവും. പക്ഷെ ആ പുസ്തകങ്ങൾക്കൊക്കെ ഇനി ഭാവിയിൽ എന്ത് എന്നുള്ളതാണ്, ആർക്ക് വേണ്ടി എന്നുള്ളതാണ്. എനിക്കുമുണ്ട് പുസ്തകങ്ങൾ, നമ്മൾ അതെന്ത് ചെയ്യണം എന്നുള്ളതാണ്. മക്കൾക്ക് വേണ്ടി അത് കരുതി വെച്ചിട്ട് കാര്യമില്ലാത്തത്രക്ക് ഈ പുസ്തകങ്ങൾ വീട്ടിലെ ഒരു അനാവശ്യ സൂക്ഷിപ്പ് സ്വത്തായി മാറാൻ പോവുകയാണ്. അവിടെ വായിക്കുന്ന ഒരു തലമുറ ജനിക്കുകയാണെങ്കിൽ, അത് വായിച്ചറിവ് നേടുകയാണെങ്കിൽ, ആ വായനയിലൂടെ അവർ പുതിയ ലോകങ്ങൾ കൊയ്യുകയാണെങ്കിൽ, ഇപ്പൊ വാഗ്ഭടാനന്ദ ഗുരുവിനെ കുറിച്ച് പറഞ്ഞത് വാഗ്ഭടാനന്ദന്റെ വായനയാണ്. സ്വാമി വിവേകാനന്ദനെ കുറിച്ച് പറഞ്ഞത് ആ വായനയാണ്. ആ വായന നമ്മൾ എന്തെല്ലാം കുറക്കുന്നുണ്ട്. ഒന്നേ നമ്മളെ അഹന്തയെ കുറക്കുന്നു, നമ്മെ പറ്റേ ചെറുതാക്കി മാറ്റുന്നു. വായനയും യാത്രയും. ഇപ്പൊ യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക്, വിദേശ രാജ്യങ്ങളിലൊക്കെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് അറിയാം, ഒന്നും വേണ്ട, നമ്മുടെ ഈ വിമാനത്താവളത്തിൽ ചെന്ന് നിന്നിട്ട് അവിടെ എമിഗ്രേഷൻ കൗണ്ടറിൽ നിൽക്കുമ്പോൾ നമ്മുടെ രൂപം ഉണ്ടല്ലോ, ഇതെല്ലാം മാറിയിട്ട് ഇവിടെ വലിയ പത്രാസിൽ ഇരിക്കുന്ന ആളുകൾ കാണാം അവിടെ പച്ച പാവമായിട്ട് അതിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നു. കാരണം എന്താ വെച്ചാൽ ഒരു രക്ഷയില്ല, ഇയാളൊന്ന് മുഖം കൂട്ടിയാൽ ഇയാളൊന്നും ഇങ്ങനെ മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ മാറി നിൽക്കില്ല എന്ന് പോയാലല്ലോ. അപ്പൊ നമ്മൾ അവിടെ പച്ച പാവങ്ങളായി മാറുന്നത്. അതാണ് യാത്ര നമ്മളിൽ ഉണ്ടാക്കുന്ന ഏറ്റവും വലിയൊരു സംഗതി. നമ്മെ പറ്റി ചെറുതാക്കി കളയുന്നു. നമ്മൾ നമ്മുടെ വില അറിയുന്നു എന്നുള്ളത്, നമ്മുടെ ഒറിജിനൽ വില നമ്മൾ അറിയുന്നത് അപ്പോഴാണ്. അതുപോലെ വായന, മഹാന്മാരെ കുറിച്ചുള്ള വായന, അത് നമ്മളിലേക്ക് ഒരു ചിന്തയെ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ഞാൻ എന്താ പറഞ്ഞത്, സ്വാമി വിവേകാനന്ദന്റെ വാക്കുകൾ, ചിന്തകൾ വായനയിൽ നിന്ന് മാത്രമാണ്. അദ്ദേഹം ചിക്കാഗോയിൽ പോയിട്ട് ഒരു വലിയ സമ്മേളനം പങ്കെടുക്കാൻ പോയതാണ്. ഒരു ബുക്ക് സ്റ്റാളിന്റെ മുമ്പിൽ കയറി പുസ്തകം ഇങ്ങനെ നോക്കി. പുസ്തകം നോക്കുമ്പോൾ പിന്നെ എത്രയാണ് അതിന്റെ വില എന്ന് ചോദിച്ചു. അത് വലിയ വിലയാണ്, അദ്ദേഹത്തിന് വാങ്ങാൻ അപ്പോൾ കയ്യിൽ കാശുള്ള അത്ര ഉള്ള വിലയല്ലത്. അപ്പൊ അദ്ദേഹം പുസ്തകം ഇങ്ങനെ മറിച്ച് നോക്കി. കുറച്ചു നേരം മറിച്ച് നോക്കിയിട്ട് ആ പുസ്തകം അവിടെ വെച്ചു. അപ്പൊ ഈ കടക്കാരൻ ചോദിച്ചു, എന്താ വേണ്ടതെന്ന് ചോദിച്ചു. ഞാനത് വായിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞു. ശരിക്കും അത് വായിച്ചു കഴിഞ്ഞിരുന്നു. അത് കഴിയുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. C.H. സാഹിബിന് പിന്നെ ഒരു നോവൽ ഒരാൾ പിന്നെ വായിക്കാൻ വേണ്ടി കൊടുത്തു, വായിച്ച് റിവ്യൂ എഴുതണമെന്ന് പറയുന്നു.
അപ്പൊ സി എച്ച് അയാളോട് പറഞ്ഞു, തന്റെ മന്ത്രിയാവുമ്പോൾ തന്നെ തന്റെ കാറിൽ കയറാൻ പറഞ്ഞു. ഈ കാറിൽ കയറി പറഞ്ഞു. കാറിൽ കയറി കുറച്ച് ദൂരം ഇങ്ങനെ പോയി സി എച്ച് ആ പുസ്തകം തിരിച്ചു കൊടുത്തു. അല്ല വായിച്ചിട്ട് തന്നാൽ മതി. ഞാൻ വായിച്ചു കഴിഞ്ഞു പറഞ്ഞു. അല്ല വായിച്ചിട്ട് തന്നാൽ മതി. വായിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ വായിച്ചു. നിങ്ങൾ അതിൽ ഏത് പേജിൽ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും ചോദ്യം ചോദിക്കും, ഞാൻ ഉത്തരം പറയാന്ന് പറഞ്ഞു. അത് ധൈര്യമാണ്, കാരണം വായിച്ചു കഴിഞ്ഞു. അത് വായിക്കുന്നത് കണ്ണും മനസ്സും എല്ലാം അക്ഷരങ്ങളും ചേർന്നിട്ടുള്ള ഒരു പണി, ഒരു പ്രവൃത്തി നടക്കുന്നുണ്ട് അവിടെ. ആ ജോലിയിൽ നിന്ന് അതിന്റെ രസതന്ത്രമാണ് ആ വായനയുടെ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഒരു പുതിയ ചിന്ത വരും. നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു വാക്ക് അവരിൽ നിന്ന് വരും. വായിച്ച മനുഷ്യന്മാർക്ക് മാത്രമേ ഇവരുടെ വർത്തമാനം പറയാൻ കഴിയുള്ളൂ. വായനയും അനുഭവം ഇത് രണ്ടുമാണ് മനുഷ്യനെ കൊണ്ട് നല്ലത് പറയിപ്പിക്കുന്നത്. ഇപ്പോ സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോയിൽ ചെല്ലുന്നു. ചിക്കാഗോയിൽ അദ്ദേഹം പ്രസംഗിച്ചു ലോകമത സമ്മേളനത്തിൽ. ആ പ്രസംഗിച്ചു കഴിഞ്ഞ് അദ്ദേഹം ഇറങ്ങിപ്പോരുമ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, എന്താണ് സ്വാമിജി താങ്കളുടെ രാജ്യത്തിന്റെ ഇന്ത്യയുടെ മതം എന്താണെന്ന് ചോദിക്കുന്നത്. സ്വാമിജി ഒരു നിമിഷം നിന്നിട്ട് അവിടെ എന്ത് മറുപടിയാണ് കൊടുക്കേണ്ടത്? അദ്ദേഹം ലോക സാഹോദര്യത്തെ കുറിച്ച് സംസാരിച്ച ശേഷം ഇന്ത്യയുടെ ഒരു മതം പറയുമ്പോൾ എന്ത് പറയണം? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ആകാശാൽ പതിതം തോയം യഥാ ഗച്ഛതി സാഗരം സർവദേവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി. ആകാശത്ത് നിന്ന് വീഴുന്ന മഴവെള്ളം എപ്രകാരം കടലിൽ ചെന്ന് പതിക്കുന്നുവോ അപ്രകാരം എല്ലാ പ്രാർത്ഥനയും ഒരേ ദൈവത്തിങ്കിൽ ചെന്ന് ചേരുന്നു. അതാണ് എന്റെ രാജ്യത്തിന്റെ മതമെന്ന്. എല്ലാ പ്രാർത്ഥനയും ഒരേ ദൈവത്തിൽ ചെയ്യുന്നതാണ്. ഇപ്പൊ സ്വാമി വിവേകാനന്ദന് വിവിധ വേഷം ധരിച്ചിട്ട് പിന്നെ ലീഗ് സമ്മേളനത്തിലാകുമ്പോൾ സ്വാമി വിവേകാനന്ദൻ പച്ചക്കുപ്പായം ഇട്ടു, BJP സമ്മേളനത്തിലാകുമ്പോൾ കാവിക്കുപ്പായം ഇട്ടു, CPM-ന്റെ ചുവന്ന കുപ്പായിട്ടൊക്കെ സ്വാമി വിവേകാനന്ദൻ നമ്മുടെ തെരുവിലൊക്കെ നിൽക്കാറുണ്ട്. പക്ഷെ ഒരു കാര്യം ഓർമ്മിച്ചോളൂ, എല്ലാ പ്രാർത്ഥനയും ഒരേ ദൈവത്തിൽ ചെന്ന് ചേരുന്നു എന്നുള്ളത് മാത്രമാണ് സ്വാമി വിവേകാനന്ദന്റെ മതം എന്ന് പറയുന്നത്. അപ്പൊ അത് പറയാൻ കഴിയുന്ന അദ്ദേഹത്തിന്റെ വായനയ്ക്ക് കഴിയുന്നതാണ്. ആ വായന എന്ന് പറയുന്നത് നമ്മൾക്ക് അതിന് ഒരു പ്രായവും മറ്റു കാര്യങ്ങളൊന്നും ഏത് പ്രായത്തിലും സാധ്യമാകുന്ന ഒന്നാണ്. മനുഷ്യന്റെ പ്രതിഭ എന്ന് പറയുന്നത്. ഇപ്പൊ നൗഷാദ് അടിയാരം ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നൗഷാദ് വളരെ ചെറുപ്പമാണ്. ചെറുപ്പത്തിൽ ഒരു കൃതി എഴുതിയിരിക്കുന്നു. ചെറുപ്പത്തിൽ 39 വയസ്സിനുള്ളിൽ പിന്നെ വിവേകാനന്ദൻ സ്വാമിജി മരിച്ചുപോയി. 39ാമത്തെ വയസ്സ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് 39ാം വയസ്സിൽ മരിച്ചുപോയി. നമ്മൾ ഉണ്ടോ സഖി ഒരു കുല മുന്തിരിയാണ് പാട്ട് പാടുന്നത് ഉമർ ബിൻ അബ്ദുൽ അസീസിനെ കുറിച്ചാണ്. ഇവിടുത്തെ എല്ലാവർക്കും അറിയും ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ ജീവിതം എന്ന് പറയുന്നത് മാതൃകയാക്കാൻ പറ്റിയ ജീവിതം. പക്ഷെ നമ്മൾ മാതൃകയാക്കാൻ ശ്രമിക്കാത്തയുമായ ഒരു ജീവിതം. കാരണം അത്രക്ക് വയ്യല്ലോ. ഗാന്ധിയെ പോലെ ആവുക എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ കഴിയാത്തതുപോലെ. അപ്പൊ 39 വയസ്സിൽ ഉമർ ബിൻ അബ്ദുൽ അസീസ് മരിക്കുന്നു. 39 വയസ്സിൽ സ്വാമി വിവേകാനന്ദൻ മരിക്കുന്നു. VC ബാലകൃഷ്ണ കവി 23 വയസ്സിനുള്ളിൽ അദ്ദേഹത്തിന്റെ എല്ലാ കവിതകളും എഴുതിയിട്ട് അദ്ദേഹം ജീവിതത്തോട് വിട പറയുന്നു. ചങ്ങമ്പുഴയെ കുറിച്ച് അറിയാത്തവരാരാ? ആ ചങ്ങമ്പുഴയുടെ ഓരോ വരിയും ആര് വാങ്ങും ഈ ആരാമത്തിന്റെ രോമാഞ്ചം എന്ന് പാടി, അല്ലെങ്കിൽ പിന്നെ ഞാനും വരട്ടെയോ നിന്റെ കൂടെ എന്ന് പാടിക്കൊണ്ടിരിക്കുന്ന ഈ ചങ്ങമ്പുഴ, ഇങ്ങനെയൊക്കെ സൂപ്പർ ഹിറ്റായ ചങ്ങമ്പുഴ 37ാമത്തെ വയസ്സിൽ മരിച്ചുപോയി. ഷെല്ലിയും കീൽസും ഒക്കെ 25 വയസ്സിലും 30 വയസ്സിലും മരിച്ചുപോയവരാണ്. പക്ഷെ അപ്പോൾ ഈ ചെറിയ യൗവനത്തിൽ തന്നെ നല്ല റേഞ്ച് ഉണ്ടാക്കിയ എഴുത്തുകാർ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് കടന്നുപോയിട്ടുണ്ട്. പിന്നെ വലിയ പ്രതിഭാശാലികൾ. അപ്പൊ ഞാൻ വീണ്ടും CH വരുന്നത്. CH തന്നെ ഒരുപാട് 10 തവണ ഗവർണർ മുമ്പാകെ സത്യപ്രതിജ്ഞ ചെയ്താണ് CH കൊണ്ടുപോയ. 10 തവണ സത്യപ്രതിജ്ഞ ചെയ്യുകയും 6 മന്ത്രിസഭകളിൽ 6 തവണ അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയാവുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഒക്കെ കൂടി ചെയ്തിട്ട് അദ്ദേഹം പിന്നെ 6 കൊല്ലം വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ളൂ. 56 വയസ്സിൽ അദ്ദേഹം മരണപ്പെട്ടു പോയി. അതിനുള്ളിൽ കുറെ സർവകലാശാലകൾ ഉണ്ടാക്കി, കുറെ കോളേജുകൾ സ്കൂളുകൾ എല്ലാം ഉണ്ടാക്കി, വലിയ വിദ്യാഭ്യാസ വിപ്ലവമൊക്കെ നടത്തിയിട്ട് അദ്ദേഹം 56 വയസ്സിലാണ് മരിച്ചുപോയി. വളരെ കൂളായിട്ടാണ് മരിച്ചു പോവാണ്. ഇത് സാധിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മനുഷ്യന്റെ പ്രതിഭയാണ്. ആ പ്രതിഭയ്ക്ക് നിദാനമായത് എന്താണോ? പുസ്തകമാണ്. ആ പുസ്തകത്തിൽ എന്താണോ കിട്ടിയത്? പൂർവ്വതലമുറയുടെ വിശുദ്ധ പാരമ്പര്യത്തെ, പൂർവ്വതലമുറയുടെ പ്രചോദനാത്മകമായ സംഗതികളെ തന്നിലേക്ക് കൊണ്ടുവരാൻ കഴിയുക. അതിന് തലശ്ശേരിക്ക് ഒരു മഹത്തായ പൈതൃകമുണ്ട്. ആ പൈതൃകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയായിരുന്നു 1934 മാർച്ച് 26 ഇവിടെ നിന്ന് ആരംഭിച്ച ചന്ദ്രിക എന്ന് പറയുന്നത്. തലശ്ശേരിക്ക് ഒരുപാട് ചരിത്രമുണ്ട്. ചരിത്രത്തിന്റെ പ്രാധാന്യം നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ തോൽപ്പിച്ച പിന്നെ സർ ആർതർ വെല്ലസ്ലി, വെല്ലിംഗ്ടൺ പ്രഭു ഈ തലശ്ശേരിയിൽ വന്നിട്ടാണ് താമസിച്ചത്. തലശ്ശേരി വന്ന് 4 കൊല്ലം അദ്ദേഹം ക്യാമ്പ് ചെയ്തു. എന്നിട്ട് പഴശ്ശിയുടെ സൈന്യത്തോട് ഏറ്റുമുട്ടി. പഴശ്ശി മരിച്ചിട്ട് ശേഷം മാത്രമേ പഴശ്ശിയുടെ സൈന്യത്തെ തോൽപ്പിക്കാൻ കഴിഞ്ഞുള്ളൂ. അപ്പോൾ നോക്കൂ, നമ്മുടെ തലശ്ശേരിയുടെ ഒരു രാഷ്ട്രീയ പൈതൃകം എന്ന് പറയുന്നത് അങ്ങനെയാണ്, ചരിത്ര പൈതൃകം എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഇതെല്ലാം ചേർന്ന തലശ്ശേരിയിൽ 1934 മാർച്ച് 26 ചന്ദ്രിക വരുന്നത്. നൗഷാദ് ഇതെല്ലാം സമർപ്പിക്കുന്ന ചന്ദ്രിക കൂടിയുള്ളൂ. ചന്ദ്രിക വരുന്നത് മലയാളം, ഈ മുഖ്യധാരാ മലയാളം, അറബി മലയാളമല്ല പറയുന്നത്, മാനക മലയാളം വായിക്കുന്ന ആളുകളുടെ എണ്ണം മുസ്ലിങ്ങൾക്കിടയിൽ വളരെ കുറവായിരുന്ന കാലത്ത് CD സാഹിബും സത്താർ സേഡ് സാഹിബും AK കുഞ്ഞുമൈനാജിയും
പിന്നെ കടാരം മുഹമ്മദ് സാഹിബ് ഇവരെല്ലാവരും ചേർന്നിട്ട്, കടാരം അബ്ദുറഹ്മാനും ഇവരെല്ലാവരും ചേർന്നിട്ട് ആലോചിക്കുകയാണ്, നമ്മളൊരു പത്രം തുടങ്ങിയാലോ എന്ന്. നമ്മളൊരു പത്രം തുടങ്ങിയാലോ എന്ന്. അതായത് 1904 മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ അലമീൻ പത്രം ഇവിടെ ഉണ്ട്, 10 വർഷമായിരിക്കുന്നു. പക്ഷെ അബ്ദുറഹ്മാൻ സാഹിബിന്റെ പത്രത്തിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ അത് സ്വാതന്ത്ര്യത്തിൽ ജനങ്ങളെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാതന്ത്ര്യാവേശം ജനങ്ങളിൽ ഇങ്ങനെ അങ്കുരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ചന്ദ്രിക എന്താ ചെയ്യുന്നത്? സ്വാതന്ത്ര്യാവേശം അങ്കുരിപ്പിക്കണം, നമ്മുടെയൊക്കെ ഉള്ളിൽ പോര് നിറക്കണം, ശരി. പക്ഷെ പോരാടുമ്പോഴും ഈ മനുഷ്യന് പ്രശ്നങ്ങളില്ലേ, ഈ മനുഷ്യന് പട്ടിണിയില്ലേ, അവന്റെ അവകാശങ്ങളില്ലേ, അതാര് പറയും? നമുക്കുമില്ലേ പ്രശ്നങ്ങൾ, നമുക്കത് ആരോടെങ്കിലും പറയണ്ടേ എന്ന ചിന്തയിൽ നിന്നാണ് ചന്ദ്രിക വരുന്നത്. അല്ലെങ്കിൽ ചന്ദ്രികയും തമ്മിലുണ്ടായിരുന്ന വ്യത്യാസം അതാണ്. പാവപ്പെട്ട സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ പിന്നെ ഭരണാധികാരികൾക്ക് മുമ്പേ അവതരിപ്പിച്ചു തുടങ്ങിയ ആദ്യത്തെ മലയാള ദിനപത്രമാണ് യഥാർത്ഥത്തിൽ ചന്ദ്രിക എന്ന് പറയുന്നത് കേട്ടോ. അത് മറ്റത് വാർത്തകൾ ഇത് അങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് തോന്നും അങ്ങനെയൊക്കെ ആവുമോ എന്നത്. അപ്പൊ ചരിത്രം എന്ന് പറയുന്ന ആദ്യത്തെ ഘട്ടത്തിൽ എന്തായിരുന്നു? ചരിത്രം എന്ന് പറയുന്നത് രാജാക്കന്മാരുടെ ലീലാവിലാസങ്ങളായിരുന്നു, ചക്രവർത്തിയുടെ നായാട്ടായിരുന്നു, രാജാക്കന്മാരുടെ മറ്റ് പിന്നെ വേളിക്കഥകളും മറ്റൊക്കെ ആയിരുന്നു. അവിടെ നിന്ന് മാറിയിട്ട് ചരിത്രം എന്ന് പറയുന്നത് ഇപ്പൊ നൗഷാദ് എഴുതിയതുപോലെ ഇവിടെയുള്ള സാധാരണക്കാരായ മനുഷ്യന്മാരുടെ ജീവചരിത്രം എഴുതുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയില്ലേ, ചരിത്രം മാറി മാറി വന്നില്ലേ. അതുപോലെ തന്നെയാണ് പത്രങ്ങൾ ആദ്യം എടുത്ത ദൗത്യം, സംഭവങ്ങൾ ജനങ്ങളെ അറിയിക്കുക, പക്ഷെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പറയല്ല, പാവപ്പെട്ടവന്റെ പ്രശ്നങ്ങൾ പറയല്ല. പത്രം വാങ്ങാൻ കഴിവുള്ളവന്റെ കാര്യങ്ങൾ അന്ന് സമൂഹത്തിൽ എത്തിയിരുന്നുള്ളൂ. അവിടെയാണ് ചന്ദ്രിക രംഗത്ത് വരികയും മഹാനായ KM സീനി സാഹിബിന്റെയും സത്താർ സെഡ് സാഹിബിന്റെയും ഇവിടെ ചരിത്രത്തിൽ പലപ്പോഴും പറയാതെ പോകുന്ന പേരാണ് സത്താർ സെഡ് സാഹിബ്. സത്താർ സെഡ് സാഹിബാണ് ചന്ദ്രികയുടെ സ്ഥാപനത്തിലും മുസ്ലിം ലീഗിന്റെ സ്ഥാപനത്തിലൊക്കെ വലിയ പങ്കുവഹിച്ചത്. അങ്ങനെ ചന്ദ്രിക ഈ പാവം ജനങ്ങളുടെ മലബാർ കലാപാനന്തരം തകർക്കപ്പെട്ട സമൂഹത്തിന് പുനർനിർമ്മിക്കാൻ വേണ്ടി, തകർന്നു പോയൊരു ദേശത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി അവരുടെ ജീവിത കഥകൾ ഭരണാധികാരികളുടെ മുമ്പാകെ അവതരിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ചന്ദ്രിക വരുന്നു. പിന്നെ രണ്ടാമത് ചന്ദ്രികയുടെ ഏറ്റവും വലിയ സംഭാവനയാണ്, അതിന് രാഷ്ട്രീയമായി നിങ്ങളിൽ പലരും വ്യത്യസ്ത രാഷ്ട്രീയക്കാർ ഇവിടെ ഉണ്ടാവാം, നിങ്ങൾ എങ്ങനെ കണ്ടാലും ശരി, ഇന്ത്യൻ സെക്യുലറിസത്തിന്, ഇന്ത്യൻ മതേതരത്വത്തെ നിലനിർത്തുന്നതിൽ ഇന്ന് മുഖ്യ പങ്ക് വഹിക്കുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നിർമ്മിതി ചന്ദ്രികയുടേതാണ് എന്നുള്ളതാണ്. ചന്ദ്രികയുടെ സംഭാവനയാണ് മുസ്ലിം ലീഗ് മലബാറിൽ. 1934 ചന്ദ്രിക ആരംഭിക്കുന്നു. 1937 ഡിസംബർ മാസം പിന്നെ മുസ്ലിം ലീഗിന്റെ മലബാർ ജില്ലാ കമ്മിറ്റി വരുന്നു. ചന്ദ്രികയുടെ ആദ്യത്തെ ടാർഗറ്റ് അച്ചീവ് ചെയ്തത് മുസ്ലിം ലീഗ് ഉണ്ടാക്കുക എന്നുള്ളതിലായിരുന്നു. അത് കഴിഞ്ഞ് മുസ്ലിം ലീഗിന്റെ നിലനിൽപ്പ്, മുസ്ലിം ലീഗിനെ മണ്ണിട്ട് മൂടാൻ വന്നവരെയൊക്കെ നിലക്ക് നിർത്തി കൈപിടിച്ച് മുസ്ലിം ലീഗിനെ മുഖ്യധാരയിലേക്കും അധികാരത്തിലേക്കും കൊണ്ടുപോയത് ചന്ദ്രികയാണ്, ചന്ദ്രികയാണ്, ചന്ദ്രികയാണ്. ചന്ദ്രിക മാത്രമാണ് അത് ചെയ്തിട്ടുള്ളത്. അതാണ് ചന്ദ്രികയുടെ വലിയൊന്ന്. മറ്റൊന്ന്, ചന്ദ്രിക ഇവിടെ നമ്മുടെ പിന്നെ മാഷ് രാജു മാഷ് പറഞ്ഞ ഒരു സംഗതി ഉണ്ടല്ലോ, KMCCയെ കുറിച്ച് പറഞ്ഞത്. ലോകത്തിലെ ഏറ്റവും വലിയ സാമൂഹിക സന്നദ്ധ പ്രസ്ഥാനം, മറ്റ് നമ്മുടെ റെഡ് ക്രോസ് എന്നൊക്കെ പറയുന്ന എന്താണ് റെഡ് ക്രോസ്, ഇതെല്ലാം പറയുന്നത് ആരോഗ്യ രംഗത്താണ്. ലോകത്തിലെ ഏറ്റവും വലിയ സർവ്വവ്യാപിയായ ജീവകാരുണ്യ പ്രസ്ഥാനം, ഏറ്റവും അധികം ആൾബലമുള്ള ജീവകാരുണ്യ പ്രസ്ഥാനമായ KMCCയെ രൂപപ്പെടുത്തി ഒരു പ്രസ്ഥാനമാക്കി മാറ്റിയത് ചന്ദ്രികയാണ്. ഇതൊക്കെയാണ് ചന്ദ്രികയുടെ സംഭാവന എന്ന് പറയുന്നത്. കോളേജുകളുണ്ട്, ഫാറൂഖ് കോളേജ് ഉണ്ടാക്കുന്നത് ചന്ദ്രികയാണ്. മുസ്ലിം ലീഗിന്റെ റോള് ആ കാലഘട്ടത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ ഇടപെടൽ എല്ലാം ഉണ്ടായിക്കൊണ്ട് പറയുകയാണ്, ചന്ദ്രികയിലാണ് ഫാറൂഖ് കോളേജിന് വേണ്ടി ഇങ്ങനെ നിരന്തരം ശ്രമിച്ച് മുഖപ്രസംഗം എടുക്കുന്നത്. ഒഴുകട്ടെ പുസ്തകങ്ങൾ മമ്പാട്ടേക്ക് എന്ന് പറഞ്ഞ് മമ്പാട് കോളേജിൽ ലൈബ്രറി ഉണ്ടാക്കാൻ ചന്ദ്രികയാണ് മുഖപ്രസംഗം എഴുതുന്നത്. നിങ്ങൾക്കറിയാം, ഇന്ന് ചന്ദ്രികയെ വിമർശിക്കാൻ വേണ്ടി പേനയെടുക്കുന്നവരും വിമർശിക്കുന്നവരുമായ ആളുകളുടെ പേരുകൾ പോലും ആദ്യം അച്ചടിച്ചു വന്ന പത്രം ചന്ദ്രികയാണ് എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അങ്ങനെ എതിർക്കുന്നവരെയും വിമർശകരെയും ഒക്കെ വേദിയൊരുക്കി ചന്ദ്രിക അവരെയൊക്കെ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ഇന്ന് കാണുന്ന ഈ സാമൂഹ്യ വളർച്ചയിലേക്ക് സമുദായത്തെയും നാടിനെയും മാറ്റിക്കൊണ്ടുവന്നു. 90 കൊല്ലത്തെ ചരിത്രത്തിൽ ഒരിക്കൽ പോലും എന്തെങ്കിലും ഒരു വർഗീയതയുടെയോ വിദ്വേഷത്തിന്റെയോ ഒരു വരി ഇന്ന് വരെ ചന്ദ്രികാപത്രത്തിൽ അച്ചടിച്ചു വന്നിട്ടില്ല എന്നുള്ളതാണ്. ഒരാൾക്ക് തെളിയിക്കാൻ കഴിയും, അച്ചടിച്ചു വന്നിട്ടില്ല. ചന്ദ്രികയിൽ ഒരു ജീവനക്കാരൻ എന്നുള്ളത് എന്നെക്കാൾ പഴക്കം ചെന്ന ജീവനക്കാരൻ പിന്നെ സാരഥ്യമായി DC ഇവിടെ ഉണ്ട്, അവർക്കൊക്കെ അറിയുന്ന കാര്യമാണ്. ചന്ദ്രിക അങ്ങനത്തെ ഒരു പ്രശ്നം ചന്ദ്രികാരൻ ഉണ്ടായിട്ടില്ല. ഇന്ന് നിലപാടെടുക്കേണ്ട നേരത്തോ ഇപ്പോൾ ഈ സമീപകാലം ഞാൻ ചന്ദ്രികയിൽ പിന്നെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമീപകാലത്ത് പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വരുന്നു. ആ പ്രശ്നം വരുമ്പോൾ ഇപ്പൊ പരസ്യങ്ങളൊക്കെ ഇടയ്ക്ക് വിവാദമാവാറുണ്ടല്ലോ.
ആ പ്രശ്നം വരുമ്പോൾ കേന്ദ്ര സർക്കാർ ഇന്ത്യയിലെ എല്ലാ പത്രങ്ങൾക്കും TV ചാനലുകൾക്കും ഒരു പരസ്യം കൊടുക്കുന്നു. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായിട്ട് തെരുവിൽ വെടിയുണ്ടകൾ ഏറ്റുവാങ്ങി മനുഷ്യർ മരിച്ചു വീഴുമ്പോൾ, ഡൽഹി ആകെ കത്തുമ്പോൾ, ഈ പാനൂരിന്റെ ഗ്രാമമൂലകളിൽ പോലും കൊച്ചു കുട്ടികൾ മുതൽ പ്രായം ചെന്നവർ വരെ ജാഥ നയിച്ച് ഞങ്ങൾ ഈ നാട്ടിൽ നിന്ന് എങ്ങോട്ടും പോകൂല എന്ന് പറഞ്ഞ് ജാഥ നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ ഒരു പരസ്യം കൊടുക്കുന്നു. പൗരത്വ ഭേദഗതി സമരത്തെ എതിർക്കുന്നവരെ വെടിവെച്ച് കൊല്ലുന്ന സർക്കാർ കൊടുക്കുന്ന പരസ്യം എന്താണെന്ന് വെച്ചാൽ, പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായിട്ടുള്ള പ്രചരണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണ്, അതിന്റെ പേരിൽ ആളുകളെ പ്രകോപിപ്പിച്ച് തെരുവിലേക്ക് ഇറക്കി വിടരുത് എന്ന് പറഞ്ഞിട്ടുള്ള അത് ധ്വനിപ്പിക്കുന്ന, അതല്ല വാചകം, അത് ധ്വനിപ്പിക്കുന്ന ഒരു പരസ്യം കൊടുക്കുന്നു. എന്ത് ചെയ്യും? ആ പരസ്യം കിട്ടിയ കേന്ദ്ര സർക്കാരിന്റെ ആ പരസ്യത്തിന് അനുമതിയുള്ള പത്രങ്ങളൊക്കെ ആ പരസ്യം കൊടുക്കും. ഒരൊറ്റ പത്രം മാത്രം മൂല്യത്തിന്റെ പേരിൽ, ആദർശത്തിന്റെ പേരിൽ ആ പത്രം നിരസിച്ചു. സ്വന്തം ജനത നെഞ്ചിൽ വെടിയേറ്റ് ഒരു പോരാട്ടത്തിൽ മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പോരാട്ടത്തെ ഒറ്റുകൊടുക്കുന്ന പരസ്യം കൊണ്ട് നഷ്ടപ്പെടുന്നത് പത്രത്തിന്റെ അംഗീകാരവും നാളെ വരാനിരിക്കുന്ന സാമ്പത്തിക ലാഭവുമാണെങ്കിൽ അത് ഞങ്ങൾക്ക് വേണ്ട എന്ന് തീരുമാനിച്ച പത്രത്തിന്റെ പേരും ചന്ദ്രിക എന്ന് തന്നെയാണ്. അതാണ് ചന്ദ്രിക. അങ്ങനെ ഒരു മൂല്യത്തിൽ നിലകൊള്ളുന്ന പത്രത്തിന് വേണ്ടി ആണ് നൗഷാദും നമ്മളെല്ലാവരും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ആ പത്രത്തിന്റെ കഥയാണ്, എഴുത്തിന് പ്രതിഫലം കിട്ടിയ കഥയാണ് നമ്മുടെ രാജു ഇവിടെ കട്ടൂരിവിടെ പറഞ്ഞത്. അങ്ങനെ ഒരുപാട് എഴുത്തുകാർ, MB വാസുദേവൻ പറഞ്ഞത്, എനിക്ക് ആദ്യമായി ഒരു കഥ എഴുത്തിന് 5 രൂപ കിട്ടിയത് അത് ചന്ദ്രികയിൽ നിന്നാണ്. CH മുഹമ്മദ് കോയ ഒപ്പിട്ട് അയച്ച ഒരു ഇതാണ്. 1948 കിട്ടുന്ന ഒരു പ്രതിഫലത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരുപാട് എഴുത്തുകാരെ വളർത്തിക്കൊണ്ടുവന്നു, ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടാക്കി. മതസ്ഥാപനങ്ങൾ, ഭൗതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, എത്ര റിസീവർമാർ വിദേശത്തേക്ക് വാർത്ത കൊടുത്ത് ഇവിടെ എത്ര സ്ഥാപനങ്ങൾ മുങ്ങി, എത്ര വീടുകൾ നിർമ്മിച്ചു നൽകി. ഈ കുടുംബത്തെ സഹായിക്കും എന്ന് പറഞ്ഞ് ഒരു പരസ്യ പൈസയും ഇല്ലാതെ, ഒരു പരസ്യ ചാർജ് ഈടാക്കാതെ വാർത്തകൾ കൊടുത്ത് എത്ര കുടുംബങ്ങൾക്ക് വീടുകൾ ഉണ്ടാക്കി. ഇതെല്ലാം ചെയ്ത ഒരു പത്രം കൂടിയാണ് ചന്ദ്രിക. ചന്ദ്രിക ഒരു രാഷ്ട്രീയ ബോധത്തെ നിർമ്മിച്ചു, ഒരു വ്യവസ്ഥാപിതമായ ഒരു സമൂഹ സൃഷ്ടി സാധ്യമാക്കി. അതോടൊപ്പം അവർക്ക് വിദ്യാഭ്യാസം നൽകി. നിരക്ഷരരായ ഒരു ജനതയെ സാക്ഷരതയിലേക്ക് മാത്രമല്ല സർവകലാശാല ഗവേഷണങ്ങളിലേക്ക് പോലും ഉയർത്തിക്കൊണ്ടുവന്നു. അതോടൊപ്പം ആ ജനതയെ അധികാരശക്തിയാക്കി മാറ്റുകയും ചെയ്ത ഒരു പത്രം. ആ പത്രത്തിന്റെ നവതി ആഘോഷത്തിലാണ്, നവതി വേളയിലാണ് നൗഷാദ് അണിയാരം ഈ പുസ്തകം സമർപ്പിക്കുന്നത്. എന്തായാലും ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ഈ പുതിയ കാലത്ത് ജനാധിപത്യ മൂല്യങ്ങളുടെ സംരക്ഷണത്തിന് ധാർമ്മിക മൂല്യമുള്ള, സമൂഹത്തോട് കടപ്പാടുള്ള മാധ്യമ പ്രവർത്തകർ ഉയർന്നു വരേണ്ടതുണ്ട്. ആ സമൂഹത്തോടുള്ള കടപ്പാടിൽ നിന്ന് മാത്രമേ നല്ല കൃതികൾ, നല്ല രചനകൾ ഉയർന്നു വരികയുള്ളൂ. ആ ദൗത്യം നിറവേറ്റിയ എൻ്റെ പ്രിയ സഹപ്രവർത്തകൻ, ദീർഘകാലം ചന്ദ്രികയിൽ എനിക്ക് സഹപ്രവർത്തകനായിരുന്ന നൗഷാദ് അണിയാരത്തെ അനുമോദിച്ചുകൊണ്ടും ഇവിടെ ഈ പുസ്തകത്തിൻ്റെ പ്രസാധനത്തിന് സഹായം ചെയ്ത ഷാർജ KMCC കൂത്തുപറമ്പ് മണ്ഡലം കമ്മിറ്റിയെയും അതിന് മുൻകൈയെടുത്ത മുസ്ലിം ലീഗ് കൂത്തുപറമ്പ് മണ്ഡലം കമ്മിറ്റിയെയും പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ ചടങ്ങ് തുടങ്ങി. നൗഷാദ് അണിയാരത്തെ കുറിച്ച് എന്നെപ്പോലെയുള്ള മാധ്യമപ്രവർത്തകർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ അദ്ദേഹത്തെ ആദ്യമായി എന്നെ പരിചയപ്പെടുത്തിയത് നൗഷാദിനെ കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്തിൽ ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാനേറെ സ്നേഹിക്കുന്ന, ആരാധിക്കുന്ന അബ്ദുള്ള മാസ്റ്റർ എന്നോട് പറഞ്ഞു, ഇതാണ് നിങ്ങളുടെ പുതിയ ചന്ദ്രിക ലേഖകൻ എന്ന് പറഞ്ഞിട്ടാണ് നൗഷാദിനെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അതിനു മുമ്പ് മാധ്യമത്തിലൂടെ പത്രങ്ങളിൽ വാർത്ത കൊടുക്കാൻ വേണ്ടി നൗഷാദ് അണിയാരത്തിൻ്റെ പേരുണ്ടായിരുന്നെങ്കിലും നൗഷാദ് അണിയാരവുമായി ബന്ധപ്പെടാനോ പരിചയപ്പെടാനോ എനിക്ക് സാധിച്ചിരുന്നില്ല. അന്നു മുതൽ ഇന്നു വരെ ആ ബന്ധം ഒരു സൗഹൃദ ബന്ധം എന്നതിനേക്കാൾ ഉപരി ഒരു സഹോദര ബന്ധമായി നിലനിൽക്കുകയാണ്. ഇവിടെ രാജമാഷടക്കം, അതുപോലെ തന്നെ ഇതിനു മുമ്പ് പ്രഭാഷണം നടത്തിയ അദ്ദേഹം അടക്കം ഈ പുസ്തകത്തെക്കുറിച്ച്, പുസ്തകത്തിൻ്റെ വിശാലതകളെക്കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങളിലൂടെ പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ മറ്റ് ഉള്ളറുകളിലേക്ക് കടന്നു പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം നൗഷാദിന്റെ ഈ പത്രപ്രവർത്തന രംഗത്ത് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ തമ്മിൽ ചർച്ച ചെയ്യുകയും അത് പലതരത്തിൽ
മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്നെയേറെ ആകർഷിച്ചത് ഈ പുസ്തകം ഞാൻ വിശദമായി വായിച്ചിട്ടില്ലെങ്കിൽ പോലും എനിക്കതിൽ ഏറ്റവും സന്തോഷകരമായി തോന്നുന്നൊരു കാര്യം, നേരത്തെ രാജമാഷൊക്കെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂവായി അദ്ദേഹം എടുത്തിട്ടുള്ളത് പ്രകൃതി സംരക്ഷണമാണ്. ഞാൻ SSLC വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് പാനൂർ ഹൈസ്കൂളിൽ അല്ല പഠിച്ചത്, കുളവല്ലൂർ ഹൈസ്കൂളിലാണ്. പാനൂരിലേക്ക് വരുന്ന സമയത്ത് പാനൂർ അങ്ങാടിയിൽ ആകമാനം ഈ അങ്ങാടിക്കുരുകൾ ധാരാളം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ അധ്യാപകനായ സ്കൂളിൽ ചേരുമ്പോഴേക്കും ഈ അങ്ങാടിക്കുരുകൾ കുറഞ്ഞു പോയി. ഇപ്പൊ പാനൂർ അങ്ങാടിയിൽ ഒരു അങ്ങാടിക്കുരുവിയും കാണാനില്ല എന്ന സ്ഥിതിയിലേക്ക് എത്തിച്ചേർന്നു. ഇത് നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാക്കുന്ന ഒരു പരിസ്ഥിതി ബോധമുണ്ട്. ആ പരിസ്ഥിതി ബോധത്തിൽ ഊന്നൽ നിന്നുകൊണ്ടാണ് നൗഷാദ് അണിയാരം ഈ പറയുന്ന പല സ്കൂപ്പുകൾ എന്ന പത്രഭാഷയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ എഴുതി ചേർത്തിട്ടുള്ളത്. തവളകൾ അപ്രത്യക്ഷമാകുന്നതിനെ കുറിച്ച്, അല്ലെങ്കിൽ അതുപോലെയുള്ള കണ്ടൽക്കാടുകളെ കുറിച്ച്, മലകളെ കുറിച്ച്, എൻ്റെ പ്രദേശത്തിന് അപ്പുറത്ത് കിടക്കുന്ന പൊയിലൂർ ഭാഗത്ത് അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റു പ്രദേശങ്ങളിലൊക്കെ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന വലിയ വലിയ മലനിരകൾ, ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന പുഴകൾ, തണ്ണീർത്തടങ്ങൾ തുടങ്ങി ഒട്ടനവധി കാര്യങ്ങളെ കുറിച്ച് ഈ പുസ്തകത്തിൽ ഒരു ചെറിയ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിന് എഴുതാൻ സാധിച്ചിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. മറ്റൊരു സ്ഥലത്തേക്ക് പെട്ടെന്ന് പോകേണ്ടത് കൊണ്ട് കൂടുതൽ കാര്യങ്ങളൊന്നും സംസാരിക്കാതെ നൗഷാദിന് ഇനി അങ്ങോട്ടുള്ള കാലഘട്ടങ്ങളിലും അദ്ദേഹത്തിന്റെ പ്രായം കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഒരുപാട് ഈ രംഗത്തേക്ക് കടന്നു പോകാൻ വേണ്ടി സാധിക്കും. അങ്ങനെ ചരിത്രത്തിന്റെ വീഥികളിലൂടെ അല്ലെങ്കിൽ പുതിയ തലമുറക്ക് പുതിയ പുതിയ അനുഭവങ്ങളും അറിവുകളും പങ്കിട്ടുകൊണ്ട് പുതിയ തലമുറയെ ഈ പറയുന്ന പരിസ്ഥിതി ബോധത്തെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ എഴുത്തിനെ കുറിച്ച് മറ്റു കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇവിടെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ആ രംഗത്തേക്ക് കൂടുതൽ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന്റെ ചന്ദ്രിക പത്രവും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ എഴുതാനുള്ള കഴിവും, അതുപോലെ തന്നെ ഒരു ലേഖകൻ, ചന്ദ്രിക ലേഖകൻ എന്നതിനേക്കാൾ ഉപരി അദ്ദേഹത്തിന്റെ എഴുത്തുകളെ സ്നേഹിക്കുന്ന, കാണുന്ന ഒരു വലിയ ജനതതി ഇവിടെ ഉണ്ട് എന്ന് തന്നെയാണ് നൗഷാദ് അണിയാരത്തിന്റെ അടിത്തറയുടെ ഭാഗം എന്ന് ഞാൻ കാണുന്നു. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇത് പുസ്തക പ്രകാശനമാണല്ലോ. പുസ്തക പ്രകാശനമാകുമ്പോൾ തീർച്ചയായും വൈക്കം മുഹമ്മദ് ബഷീറിൽ നിന്ന് ആരംഭിക്കണം. വൈക്കം മുഹമ്മദ് ബഷീർ എഴുതി തുടങ്ങിയത് വളരെ പട്ടിണിയിലാണ്. വിശന്ന് വലയുന്ന വയറുമായി, കത്തിക്കാളുന്ന വയറുമായി അദ്ദേഹം എഴുതി. എന്നിട്ട് ആ പുസ്തകം വിൽക്കാൻ പോയത് തന്നെ അദ്ദേഹം തന്നെയായിരുന്നു. ഒരു കോപ്പി വിറ്റു. ആ കോപ്പി വിറ്റതിന് ശേഷം അത് കിട്ടിയ പൈസ വാങ്ങിയിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ. അങ്ങനെ പുസ്തകം വിറ്റു. ആ പുസ്തകം വാങ്ങിയ ആൾ അത് വായിച്ചു തീരുന്നത് വരെ അവിടെ തന്നെ ചുറ്റിപ്പറ്റിക്കൂടും വൈക്കം മുഹമ്മദ് ബഷീർ. വായിച്ചു കഴിഞ്ഞാൽ ചോദിക്കും, നിങ്ങൾ വായിച്ചില്ലേ, ഇനി നിങ്ങൾക്ക് ഇത് ആവശ്യമുണ്ടോ? അദ്ദേഹം എങ്കിൽ എനിക്ക് തന്നെ തരാമോ എന്ന് പറഞ്ഞു. പുസ്തകം തിരിച്ചു വാങ്ങി ആ പുസ്തകം പിന്നെയും വിൽക്കും. അങ്ങനെ പുസ്തകം വിറ്റ് ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് വൈക്കം മുഹമ്മദ് ബഷീർ സാഹിത്യ സേവനം തുടങ്ങിയത്. ഞാനിത് പറയുന്നത് ഇവിടെ നമ്മുടെ നൗഷാദ് അണിയാരത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ അങ്ങനെയുള്ള ഗതികളൊന്നും തന്നെ ഇല്ല. ഷാർജ KMCC ഊത്തുറമ്പ് കമ്മിറ്റി എല്ലാവിധ പിന്തുണയും അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. ഊത്തുറമ്പ് മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റിയും നൽകിയിട്ടുണ്ട്. ഈ ഹാളിൽ പുസ്തക പ്രസാദനം നടത്തുന്ന 3ാമത്തെ തവണയാണ്. മറ്റാരും ഇതേ പ്രകാരമുള്ള പുസ്തക പ്രകാശനം ഒരു കമ്മിറ്റിയിൽ നടത്തിയിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് സാംസ്കാരിക പ്രതിബദ്ധതയാണ് കാണിക്കുന്നത്.
പിന്നെ അദ്ദേഹത്തിന് ഏറ്റവും പ്രചോദനമായിട്ടുള്ളത് അദ്ദേഹത്തിന്റെ മാതാവാണ്. അദ്ദേഹത്തിന്റെ മാതാവ് മകന്റെ എഴുത്തിനെ വളരെയധികം സ്നേഹിച്ചു. അവർ അകാലത്തിൽ മരണപ്പെട്ടു. ആ ഉമ്മയുടെ സ്മരണയ്ക്ക് വേണ്ടിയാണ് വീണ്ടും വീണ്ടും നൗഷാദ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. ചിലർക്ക് അങ്ങനെയാണ്, അമ്മ അല്ലെങ്കിൽ ഉമ്മ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണ്. ശ്രീ വി ആർ കൃഷ്ണയ്യർ, ജസ്റ്റിസായിരുന്ന ശ്രീ വി ആർ കൃഷ്ണയ്യരുടെ സഹോദരൻ, ഇളയ സഹോദരൻ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. അടിയന്തരാവസ്ഥക്കാലത്ത് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി, ലോകത്തെ ഏറ്റവും ശക്തയായ പ്രധാനമന്ത്രി, വനിതാ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി വളരെയധികം ബഹുമാനിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷെ അടിയന്തരാവസ്ഥ പിൻവലിച്ചതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ തിരിച്ചടികളുണ്ടായി. അവർ അറസ്റ്റിന് വിധേയമായി. അന്ന് ശ്രീമതി ഇന്ദിരാഗാന്ധിയെ അറസ്റ്റ് ചെയ്തത് വി ആർ കൃഷ്ണയ്യരുടെ എളിയ സഹോദരനായിരുന്നു. വി ആർ കൃഷ്ണയ്യർ അഞ്ചിനെ കണ്ടപ്പോൾ ഒരിക്കൽ ചോദിക്കുകയുണ്ടായി, നിനക്ക് എവിടെ നിന്ന് കിട്ടി ധൈര്യം? അവർ പറഞ്ഞു, നമ്മുടെ അമ്മ, വി ആർ കൃഷ്ണയ്യരുടെയും അദ്ദേഹത്തിന്റെ അതിന്റെയും അമ്മ, ആ അമ്മയിൽ നിന്നാണ് ആ ധൈര്യം കിട്ടിയതെന്ന് അന്ന് പറയുകയുണ്ടായി. ചിലർക്ക് അങ്ങനെയാണെന്ന് പറയുവാൻ വേണ്ടി മാത്രമാണ് ഞാൻ കഴിക്കുന്നത്. സുദീർഘമായി സംസാരിക്കുന്നില്ല. നിലവിലുള്ള ചട്ടങ്ങളെ മറികടന്നുകൊണ്ട് പുതിയ പുതിയ രീതിയിൽ ഗ്രന്ഥരചന നടത്താനും റിപ്പോർട്ടുകൾ നടത്താനും വളരെയധികം സമർത്ഥനാണ് നൗഷാദ് അണിയാരം എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഉദാഹരണത്തിന് MPM അബ്ദുള്ള കുട്ടി വിരിക്കളുടെ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യമായ ആളുകളുടെ ചരമജനാണെങ്കിൽ, INA ജനമാണെങ്കിൽ അദ്ദേഹം എടുക്കുന്ന രൂപം എന്താണെന്ന് പറഞ്ഞാൽ INA സംബന്ധിച്ച് സുദീർഘമായി സംസാരിക്കുകയല്ല. INA-യിൽ ഏതെങ്കിലും ആൾ പഴയ കാലത്ത് സേവനമനുഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ബൗണ്ടറിയിൽപ്പെട്ട ആരെങ്കിലും ആണെങ്കിൽ, ചമ്പാട്ടോ ഫാനൂരിലുള്ള ആളാണെങ്കിൽ അയാളെ തേടിപ്പിടിച്ച് അയാളുടെ ഫോട്ടോ കൊടുത്ത് അങ്ങനെ അത് അവതരിപ്പിക്കുന്ന രീതി. ഇസ്മായിൽ സാഹിബിന്റെ ജന്മദിനത്തിൽ ഇസ്മായിൽ സാഹിബുമായി ബന്ധപ്പെട്ട വല്ലവരുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചെഴുതി. CH-ന്റെ ജന്മദിനത്തിൽ CH-യുമായി ബന്ധപ്പെട്ട ആളുണ്ടെങ്കിൽ അങ്ങനെ എഴുതി. അങ്ങനെ പുതിയൊരു മാർഗം നൗഷാദ് അണിയാരം കാട്ടിത്തരികയുണ്ടായി. 1967-68 കാലഘട്ടത്തിലാണ് കോഴിക്കോട്ട് മനോരമ തുടങ്ങിയത്. മനോരമ അന്ന് അത് കോട്ടയം പത്രമായിരുന്നു, ചേട്ടന്മാരുടെ പത്രമായിരുന്നു. മനോരമ അത്രമാത്രം ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല. അന്ന് പ്രധാന പത്രം മാതൃഭൂമിയായിരുന്നു. അന്ന് മനോരമയുടെ മാനേജ്മെന്റ് ഒരു സീക്രട്ട് മനസ്സിലാക്കി. മുസ്ലിം സമുദായത്തെ പിടിക്കണം, ആ മുസ്ലിം സമുദായത്തിലുള്ള ആളുകളിൽ കൂടുതൽ വായനക്കാരെ ആകർഷിക്കാൻ എന്തുണ്ട് മാർഗമെന്ന് അവർ ചിന്തിച്ചു. അവരന്ന് കണ്ട മാർഗം, അന്ന് പ്രിയങ്കരനായിരുന്ന മുസ്ലിം ലീഗ് നേതാവ്, പ്രിയങ്കരനായ മന്ത്രി അഹമ്മദ് കുട്ടി വിരിക്കൽ രോഗഗ്രസ്തനായി കിടക്കുകയായിരുന്നു. ആ രോഗത്തെ സംബന്ധിച്ചുള്ള വിശദവിവരങ്ങൾ ഓരോ ദിവസവും മനോരമ റിപ്പോർട്ട് ചെയ്തു. മുസ്ലിം സമൂഹം അഹമ്മദ് പത്രം വാങ്ങി. അത് തുടർന്നെന്ന് മാത്രമല്ല, മരണ റിപ്പോർട്ടും അതേപോലെ മനോരമ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. എന്ന് മാത്രമല്ല, ഏറ്റവും പുതിയതായ ഒരു സംഭവം, അഹമ്മദ് കുരിക്കൽ മരിച്ചപ്പോൾ ജനാസ മറക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ പിതാവ് മുമ്പിൽ വന്ന് പറഞ്ഞു, എന്റെ മകന് വല്ലവരുമായോ വല്ല ബന്ധമുണ്ട്, വല്ല കടമത്തിലുമുണ്ടെങ്കിൽ അത് ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ്. അതുകൂടി അവർ റിപ്പോർട്ട് ചെയ്തു. ഇന്ന് പല വഴികളിലും അത് തുടർന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ സംഭവമാണ് മനോരമക്ക് മലബാറിൽ പ്രശസ്തി ഉണ്ടാക്കിയത്. ആ മാർഗമാണ്, പുതിയ രീതിയാണ് നൗഷാദ് അണിയാരം സ്വീകരിച്ചിട്ടുള്ളത്. ഞാൻ പ്രസംഗം ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. സന്തോഷത്തോടു കൂടി ഞാൻ ഇത് ഏറ്റുവാങ്ങിയിരിക്കുന്നു. ഇനിയും പ്രാസംഗികന്മാരുണ്ട്, അത് കേൾക്കാൻ കൂടിയാണ് ഞാൻ നിൽക്കുന്നത്. ജയ് ഹിന്ദ്. KMCC പ്രസിദ്ധപ്പെടുത്തിയ നൗഷാദ് അണിയാരത്തിന്റെ കയ്യൊപ്പ് പുസ്തകമാണ് ഇവിടെ പ്രകാശനം ചെയ്യപ്പെട്ടത്. വായനയും എഴുത്തും മരവിപ്പിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് ഏറെ മാർഗദർശനമായി നൗഷാദ് അണിയാരന്റെ ഈ പുസ്തകം നമുക്ക് ഏവർക്കും ഉപകരിക്കപ്പെടുന്നതാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സംസാരിക്കാനുള്ള സമയവും സന്ദർഭവുമല്ല. ബഹുമാനപ്പെട്ട നൗഷാദ് അണിയാരത്തിന്റെ രണ്ടാമത്തെ പുസ്തകം ഇവിടെ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. ചന്ദ്രിക പത്രത്തില് വിവിധ ഘട്ടങ്ങളിലായി വന്നിട്ടുള്ള രസകരമായിട്ടുള്ളതും ചിന്തോദ്ദീപകമായിട്ടുള്ള കാര്യങ്ങളാണ് ക്രോഡീകരിച്ചിട്ടുള്ളത്. അത് ഭാവിയിൽ നമുക്കൊരു റെഫറൻസ് പോലെ സൂക്ഷിക്കാൻ പറ്റുന്ന ഒന്നാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു.
നൗഷാദിൻ്റെ എല്ലാ സംരംഭത്തിനും എൻ്റെ എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. സ്വാമി. നൗഷാദ് അണിയറത്തിൻ്റെ എഴുത്തിൽ ചില സന്ദർഭങ്ങളിൽ പൗരാണികതയുടെ ഒരു ടച്ച് ഉണ്ടാവും. ചരിത്രങ്ങളാണ്, അല്ലെങ്കിൽ സമകാലിക വിഷയങ്ങളാണ്. ഇപ്പം നമ്മുടെ കുഞ്ഞു കുട്ടികളിലേക്ക്, പുതിയ തലമുറയിലേക്ക് തന്നെ അവരെ കൊണ്ട് വായിപ്പിക്കപ്പെടുന്ന രീതിയിലുള്ള അവതരണമാണ് സാധാരണ നൗഷാദ് എഴുതാറുള്ളത്. അല്ലെങ്കിൽ നമ്മൾ ഇതൊക്കെ ഇത് വരുമ്പോൾ വളരെ കൃത്യമായിട്ട് ആ ഒരു അവസരം നോക്കി ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങളുണ്ടാവും, കുറച്ച് കൗതുകങ്ങളുണ്ടാവും. നമ്മളെ കുറച്ച് കുട്ടികൾക്ക് സ്കൂളുകളൊക്കെ ചന്ദ്രിക അറിവിതലൊക്കെ വഴി പോകുന്നത് കൊണ്ട് വായിക്കാനുള്ളത് വേണം എന്ന ഒരു കാഴ്ചപ്പാടോടെ നൗഷാദിന് ഒരുപാട് നൗഷാദിനൊരു സാധനം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് കൃത്യമായി തരുന്ന ഒരു ഇതാണ്. അതൊക്കെ സമാഹരിച്ചുകൊണ്ടുള്ള ഒരു പുസ്തകം ഇങ്ങനെ കയ്യൊപ്പ് എന്ന രീതിയിൽ ഇറക്കിയതിൽ നൗഷാദ് നേരത്തെ അനുമോദിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാവിധ അഭിവാദ്യങ്ങളും. നിർവഹിച്ച എൻ്റെ എഴുത്തിൻ്റെ ഗുരുനാഥൻ കൂടിയായ CP സൈതലവി, പ്രിയപ്പെട്ട TC, പാനൂരിലെ സാംസ്കാരിക മുഖം കൂടിയായ പ്രിയ സുഹൃത്ത് രാജു കാട്ടുവിടം, ഷാവുൽ ഹമീദ് ഉൾപ്പെടെയുള്ള നേതാക്കളെ, പ്രിയപ്പെട്ടവർ, ചന്ദ്രികയുടെ നിരവധി ഉപഹാരമായിക്കൊണ്ടാണ് ഈ പുസ്തകം ഇറക്കിയത്. നമുക്കറിയാം, ഞാൻ പലപ്പോഴും നമ്മുടെ സഹപ്രവർത്തകർ പറയാറുണ്ട്, ചന്ദ്രികയിൽ വർക്ക് ചെയ്യുക എന്നത് ഏറെ സാഹസമുള്ള കാര്യമാണ്. മറ്റു പത്രം പോലെ ലാഘവത്തോടെ അല്ലെങ്കിൽ ആരെങ്കിലും പേര് വിട്ടുകൊണ്ടൊന്നും ചന്ദ്രികയിൽ വർക്ക് ചെയ്യാൻ സാധിക്കില്ല. വളരെ ജാഗ്രതയോടുകൂടി ചന്ദ്രികയിൽ വർക്ക് ചെയ്യണം. അങ്ങനെ 10-13 വർഷമായി ഈ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എഴുത്തിൻ്റെ വഴിയിൽ മിച്ചം വെച്ച് വരികയാണ്. യോജോഡൽ മുസ്ലിം ലീഗിൻ്റെ മുൻ ഭാരവാഹികളായ PK ഹാജി, നാസർ മാസ്റ്റർ, PB ഹമീദ്, ഇപ്പോഴത്തെ പ്രിയപ്പെട്ട PB സലാംക, ഷാർക്ക, ഡോക്ടർ LA റഫീഖ് ഉൾപ്പെടെയുള്ളവർ നൽകുന്ന നിർലോഭപരമായ പിന്തുണയും ഈ പുസ്തകം പ്രസിദ്ധീകരിക്കാമെന്നോട്ടുള്ള ഷാർജ KMCC, അതേപോലെ തന്നെ ഈ പ്രസാദന ചടങ്ങിലൂടെ എത്തിയിട്ടുള്ള എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാം പുസ്തകം ഫ്രീ ആയി തരണമെന്നുണ്ട്. പക്ഷേ അതിൻ്റെ വില നമുക്കറിയാം. ഒരു പുസ്തകം വച്ചിരിക്കുമ്പോൾ അതിൻ്റെ വില അതുകൊണ്ട് എല്ലാവരും പൈസ കൊടുത്തുകൊണ്ട് പുസ്തകം വാങ്ങണം എന്നറിയിച്ചുകൊണ്ട് നിർത്തുകയാണ്.